സ്പേസ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഭയങ്കര സിമ്പിളാണ്. ഇതാണ് കുറേ പുസ്തകവും ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് മനുഷ്യനെ കുറേ നാളുകളായിട്ട് ചുറ്റിക്കുക. ഓരോ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ആ വാക്ക് അങ്ങനെയാകണം ഇങ്ങനെയാണോ, ഒന്നും അങ്ങനെയൊന്നും ആകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ആരും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ആരും നിങ്ങൾ പറ്റിക്കാൻ പറ്റത്തില്ല. വഞ്ചനയില്ല, ചതിയില്ല, ഒന്നുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യ ബോധം വളരെ സിമ്പിളാണ്. ഇവിടെ മനുഷ്യനെ കുറേ തലമുറകളായിട്ട് പറ്റിക്കുകയും ചുറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണ്. വഞ്ചനയും ചതിയും അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ ലോകത്ത്. മതങ്ങളും കുറേ ഗുരുക്കന്മാരും. അവനവൻ സംസാരിക്കുന്നതിനകത്ത് അവനവനെ തന്നെ ഉറപ്പില്ലെങ്കിൽ പിന്നെ സംസാരിക്കുന്നതിനാണ്. പിന്നെ മിണ്ടരുതും. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ പുസ്തകം വായിച്ചാൽ പോരെ എല്ലാവരും. പരസ്പരം സംസാരിക്കുന്നതിനാണ്. പരസ്പരം സംസാരിക്കുകയും ചെയ്യും. പുസ്തകത്തിൽ പറഞ്ഞതേ പറയത്തുള്ളൂ. ആ വാക്കിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ ഗുരു പറഞ്ഞ് പൊട്ടനാണ്. അവനെയൊന്നും 7 അയലത്തടിപ്പിക്കരുത്. അവനവന് തന്നെത്താൻ അനുഭവമില്ലാത്തവൻ പക്ഷേ എൻ്റെ ഗുരു പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ കൂട്ടത്തിൽ പോലും കൂട്ടരുത്. മനസ്സിലായി? നമ്മൾ അവരെ സ്വാധീനിക്കാൻ വേണ്ടി അയ്യോ മുത്തേ ചക്കരെ തേനെ പാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. സത്യസന്ധൻ തീർച്ചയായിട്ടും നമ്മളോട് സഹകരിച്ചിരിക്കും. അവന് സഹകരിക്കുന്നതിന് യാതൊരു മടിയുമില്ല. സത്യസന്ധന് വേറെ ഒന്നും നോക്കണ്ട. കാരണം അവനവനെ അനുഭവിക്കുന്നവൻ. അവൻ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവൻ എപ്പോഴും അനുഭവത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം അവനവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തവർ മറ്റുള്ളവരെ ചോദ്യം ചെയ്ത് നടക്കും. സ്വന്തം അനുഭവത്തെ ചോദ്യം ചെയ്യാൻ പറ്റാത്തവർ. ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ മിക്ക ആണുങ്ങളുടെ ലക്ഷണം മാറും. എന്താ കാരണം? കാരണം സ്വാതന്ത്ര്യമില്ല, സ്വതന്ത്രനല്ല. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ തല്ലിക്കുട്ടി വാരിക്കുട്ടി ഉണ്ടാക്കി ആരെയും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. സ്വതന്ത്രൻ എന്ന് പറയുന്നത് അവനവൻ തന്നെത്താൻ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പുസ്തകത്തിലെ വാക്കുകളുടെ അർത്ഥങ്ങളുമായിട്ട് വരത്തില്ല. ഇല്ല, മദ്യമില്ല, മയക്കുമരുന്നില്ല, കള്ളില്ല, കഞ്ചാവില്ല, ഇങ്ങനെയുള്ള കയ്യിലിരിപ്പ് ഒന്നും ഉണ്ടാകത്തില്ല. ഇത് ഭയങ്കര രസമുള്ള ഏർപ്പാടല്ലേ? കാരണം ലോകത്തിൽ ഇതുപോലൊരു സംവിധാനം വേറെ കിട്ടത്തില്ല. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം നിലനിർത്താൻ പറ്റുന്നിടത്താണ് കാര്യങ്ങളിരിക്കുന്നത്. ശരീരത്തെ നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കാര്യം? ആരോ മനുഷ്യർ ചത്തുപോയ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഒരു കഥയില്ല. കാരണം അവരൊക്കെ ചത്തുപോയി. എന്നിട്ട് മനുഷ്യർ പരസ്പരം സംസാരിക്കുന്ന ഭാഗമില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കാൻ നടക്കുന്ന കുറേ പൊട്ടന്മാർ. നമ്മളെ വൃത്തിയായിട്ട് അനുഭവിക്കുന്നുണ്ടോ? അതിനേക്കാൾ മെച്ചപ്പെട്ട് യാതൊരു പരിപാടിയുമില്ല. ഏറ്റവും വണ്ടർഫുള്ളായിട്ടൊരു സ്റ്റേറ്റാണ് ഇപ്പോഴും ഞാൻ എന്നെ അനുഭവിക്കുക. ഏറ്റവും റിച്ചായിട്ട് ഇതിനേക്കാൾ കൂടുതൽ യാതൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ നിരന്തരം കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് സ്പേസ്. ആകാശമായിട്ടുള്ള ബന്ധം കൂടി വരും. ആകാശമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ നമ്മുടെ നിയന്ത്രണത്തിലായി. ഇത്രയേ ഉള്ള ആവശ്യം. അല്ലാണ്ട് വേറെ യാതൊരു കാര്യം കയ്യിൽ വേണ്ട. എത്ര കാശ് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. വേറെ എന്തൊക്കെ കഴിവുണ്ടായാലും കാര്യമില്ല. ആകാശമുള്ള ബന്ധം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ശ്രദ്ധയിൽ വന്ന് ഇനി അടുത്തത് എന്താണ്? അടുത്തതിൻ്റെ തുടർച്ചയാണ്, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ തുടർച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഗുരുക്കന്മാരെ വേണ്ടത് ഇവിടെ വേറെ എന്താ വേണ്ട? സമയത്ത് ആഹാരം കഴിക്കുക, ശരീരത്തിന് കൊടുക്കേണ്ട ആഹാരം കൊടുക്കും. അപ്പോൾ വൃത്തിയായിട്ടുള്ള ആഹാരം കഴിക്കും. അപ്പം മനസ്സിലായി? അപ്പോൾ വൃത്തിയായിട്ടുള്ള ആഹാരം കഴിക്കും, ഒരു സംശയമില്ല. പണിയെടുക്കുന്നവൻ തീർച്ചയായിട്ടും അവനവനെ അനുഭവിക്കാൻ തുടങ്ങും. ഇത്രയേ ഉള്ളു കാര്യം. ഇതിനപ്പുറത്തോട്ട് വേറെ യാതൊരു ചുക്കുമില്ല. ഇത്രയും കാര്യം ചെയ്യാൻ കഴിയാത്തവരാണ് വന്ന് കിടന്നുകൊണ്ട് തർക്കിക്കുകയും രാഷ്ട്രീയ ബോധം, ആ ബോധം, ഈ ബോധം. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ സന്ദീപാനന്ദഗിരി പുള്ളിയോട് ചോദിച്ചു, ശരീരത്തിൻ്റെ രോഗം അതിനൊക്കെ ഇവിടെ ആശുപത്രിയില്ലേ? പിന്നെ ഇവരെന്തൊട്ട് കോപ്പാ പറയണത്? സ്വന്തം ശരീരത്തിൽ രോഗം വരുന്ന അവസ്ഥ വിലയിരുത്താൻ പറ്റാത്ത ഉപനിഷത്ത് അല്ലെങ്കിൽ വേദാന്തം
അല്ലെങ്കിൽ ഭഗവത്ഗീത കൊണ്ട് എന്ത് കാര്യം? സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഭഗവത്ഗീതയാ, ബൈബിളാ, ഖുർആനാ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കഥയില്ല. ഒക്കെ വലിച്ചെറിഞ്ഞ് കത്തിച്ച് കളയണം. മനസ്സിലായോ? ഇങ്ങനെയുള്ള പൊട്ടന്മാരാണ്, ഇങ്ങനെയുള്ള പോഴന്മാരാണ് നമ്മൾ. നമ്മളിൽ പോഴത്തരം ഉണ്ടാ? എന്തുകൊണ്ട് പോഴത്തരം ഉണ്ട്? ഒന്ന് ഉണരണം, പണിയെടുക്കണം, നന്നായി പണിയെടുക്കണം. ശരീരത്തിൻ്റെ പ്രവർത്തനം ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതല്ല, ശരീരം മൊത്തം ശ്രദ്ധിക്കുന്നതാണ്. എന്നിട്ട് ശ്വാസം മാത്രം ഒരു മൂലക്ക് മാത്രം ശ്രദ്ധിച്ച് കുത്തിയിരുന്നിട്ട് എന്തൊട്ട് തേങ്ങ കിട്ടാനാണ്? ആരോ ചത്തുപോയ മനുഷ്യർ പറഞ്ഞ കാര്യങ്ങൾ, 5000 വർഷം മുമ്പ് പറഞ്ഞ ബുദ്ധൻ പറഞ്ഞ്, 2000 വർഷം മുമ്പ് പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞ്, പിന്നെ ഇങ്ങോട്ട് വന്ന് മുഹമ്മദ് നബി പറഞ്ഞ്, ഇങ്ങനെ 3 പോഴന്മാർ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് മനുഷ്യൻ തമ്മിൽ. തന്നെ അവനവൻ അനുഭവിക്കുന്ന ഭാഗം നമ്മളാണ് ജീവിച്ചിരിക്കുന്നവർക്ക് അവനവൻ്റെ അനുഭവം തെളിച്ചു കൊണ്ടുവരാൻ ഏത് പുസ്തകം എടുക്കണം? എന്തിനു പുസ്തകം? തമ്മി തല്ലുകണി എന്ന പുസ്തകം വെച്ചിട്ട് അടിച്ചേൽപ്പിക്കാനാണ് നോക്കുന്നത്. മുസ്ലിംസ് ഒന്നിച്ചും മുസ്ലിംസാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ നോക്കും, ക്രിസ്ത്യാനി ഒന്നിച്ചും അവരാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ നോക്കും. ഇപ്പോൾ ഹിന്ദുക്കൾ ഇതിന് പഠിച്ചു തുടങ്ങിയിരിക്കുക. ഹിന്ദുക്കൾ എങ്ങനെ അല്ലായിരുന്നു? ഹിന്ദുക്കൾ ഇതിന് പഠിച്ചു തുടങ്ങിയിരിക്കുക. ഈ ഭ്രാന്ത് പിടിച്ച്, പക്ഷേ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഭ്രാന്ത് ഹിന്ദുക്കൾക്കും പിടിച്ച്. ഞാൻ ശരിയാണെങ്കിൽ കൊള്ളാം, നല്ല കാര്യം. അവിടെ ഞാൻ ശരിയാണെന്നുള്ള ഭാഗം മറ്റൊരാളുടെ തലയിൽ അടിച്ചു കയറ്റുന്നതിനാണ്. നമ്മൾ സഹകരിച്ചാൽ പോരെ. പക്ഷെ സഹകരിക്കാൻ മനുഷ്യരില്ല ഇന്ന്. മനുഷ്യരില്ല. ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളേ ഉള്ളൂ ഇവിടെ. മനുഷ്യരില്ല. മനസ്സിലായോ? നമുക്ക് മനുഷ്യരെയാണ് വേണ്ടത്. മനുഷ്യർ വേണം. മൃഗങ്ങളും എല്ലാവരും ഒരു കൂട്ടായ്മയിലാണ് നടക്കുന്നത്. മൃഗങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്, ചെടികൾക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്. അവർക്കെല്ലാം അവരുടെ സ്വാഭാവികതയുണ്ട്. മനുഷ്യൻ്റെ സ്വാഭാവികതയില്ല. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിമിൻ്റെ സ്വാഭാവികതയുണ്ട്. ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ, ആണ്, പെണ്ണ്, ഇതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ മനുഷ്യനില്ല. തെളിച്ചമുള്ള അവനവനെ അനുഭവിക്കുന്നവർ, അവനവനെ അനുഭവിക്കുന്നിടത്ത് നിരന്തരമല്ലേ. ഇതിനകത്ത് എവിടെ തോന്നിവാസം? വേറെ ഒന്നും വേണ്ട. ഒരു പുസ്തകം എടുക്കണ്ട. എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ദഹനം ശരിയാകും, തെളിച്ചം ഉണ്ടാകും, സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം. കൃത്യമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥ തുടരണം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഇതിന് പ്രാണായാമം, യോഗ, ആയോഗ, അഷ്ടയാംഗം, 8, 10, 108, അത് ഇത് ചപ്പ് ചവറ് 108. ഇവിടെ ഒരാൾ വന്നാണ് പ്രാവശ്യം 108 ഉണ്ട്. ഈ വ്യക്തി അല്പനേരം സംസാരിച്ചാൽ തന്നെ പൊട്ടിത്തെറിക്കും. മനസ്സിലായോ? 108 സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. 108 നമ്മുടെ ആംബുലൻസാണ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറേ പൊട്ടത്തരങ്ങൾ പറയുന്ന, കണക്കുകളും കഥകളും പറയുന്ന കുറേ ആൾക്കാർ. അടുത്ത ടീം വരും, മുഹമ്മദ് നബി അല്ലെങ്കിൽ അള്ളാഹു, ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഇവർ കിടന്ന് തർക്കിക്കുകയും ബഹളം വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു മുക്കിപ്പനി വന്നാൽ തീരും ഈ കൂട്ടരല്ല. അതുകൊണ്ട് മതങ്ങളല്ല, മനുഷ്യൻ അനുഭവിക്കുന്നവർ, പുസ്തകം വെച്ചിട്ട് സംസാരിക്കാൻ വരുന്ന ആൾക്കാർ. എൻ്റെ അടുത്ത് എൻ്റെ ഗുരു പറഞ്ഞു, ഗുരു എന്ന് പറഞ്ഞാൽ വേറൊരു പൊട്ടനാ. എൻ്റെ അനുഭവത്തിൽ ഞാൻ നിൽക്കുന്നു. ഇത് ഉറപ്പിക്കാൻ പറ്റാത്ത ആൾക്കാർ. മറ്റാൾ പറഞ്ഞപ്പോൾ ശരിയായി. അതെങ്ങനെയാണ് ശരിയാകുന്നത്? വിഡ്ഢിത്തരമല്ലേ. മറ്റാൾ പറഞ്ഞപ്പോൾ അത് ശരിയായി. അവനവന് തന്നെത്താൻ ഉറപ്പില്ലാത്ത ഭാഗം ശങ്കരാചാര്യർ പറഞ്ഞു, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. മറ്റാളോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞാൻ എന്നെ അനുഭവിക്കുന്നു, ഇനി ആരോട് ചോദിക്കാനാണ്? ആരോടും ചോദിക്കാനില്ല. അതാണ് മനുഷ്യൻ. അങ്ങനെയുള്ളവരുമായിട്ടാണ് നമുക്ക് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അവരുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയി ഗുരുവിനോട് ചോദിച്ചു, പിന്നെയും വന്ന് 2-3 മണിക്കൂർ കിടന്നിട്ട് ബഹളം അടിയും വഴക്കം ഉണ്ടാക്കും. പിന്നെയും പെട്ടുപോകുമ്പോൾ പിന്നെയും ചെല്ലും ഗുരുവിൻ്റെ അടുത്ത് നിന്ന്. ഗുരു അടുത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കും, പിന്നെയും ഓടി വരും. ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് കുറേ കിടന്ന് ബഹളം ഒച്ചപ്പാടും ഉണ്ടാക്കും. എന്നിട്ട് പിന്നെയും പോകും. കാരണം എന്താണ്? ഒരു ഗുരുവുണ്ട്. മനസ്സിലായ? നമ്മളുണ്ട്. നമുക്ക് ആരോടും ചോദിക്കണ്ട. ഒരു വൃത്തികെട്ടവരോടും ചോദിച്ചിട്ടല്ല. പക്ഷെ നമ്മളെ അനുഭവിക്കുന്നതിന് ആരോട് ചോദിക്കാനാണ്? ഒരു വൃത്തികെട്ട മാര്യന്മാരോടും ചോദിക്കണ്ട. മനസ്സിലായ? അവനവനെ അനുഭവിക്കാൻ തൻ്റെ ഇടമില്ലാത്തവർ. മനസ്സിലായ? കുറേ മാര്യന്മാരോടും പൂർവ്വ മക്കളോടും ചോദിച്ചിട്ട് വന്ന് കിടന്നുകൊണ്ട് കൊണ മണ മണ എന്ന് പറയുന്ന ആൾക്കാർ.
എന്നുവെച്ചാൽ അവനെ ഒന്നും 7 അയലത്ത് അടുപ്പിക്കരുതും. മനസ്സിലായോ? ഇതൊക്കെ ചവിട്ടി പുറത്താക്കണം. മനസ്സിലായോ? ചവിട്ടി പുറത്താക്കണം. മനസ്സിലായി? വേസ്റ്റാണ്. നമ്മളെ പ്രാപ്തിയില്ലാത്ത ആൾക്കാർ ഉഷിര് വേണം. മനസ്സിലായി? ഉഷിര് എവിടെ നിന്നാണ്? ഉള്ളിൽ നിന്നാണ്. എന്നുവെച്ചാൽ അനുഭവത്തിൽ നിന്നാണ്. അനുഭവിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഇവിടെ മര്യാദയോട് സംസാരിക്കണം കേട്ടാ. എന്ത് മര്യാദ? മര്യാദയൊക്കെ അഭിനയിക്കാണ്. മനസ്സിലായ? മര്യാദയൊക്കെ അഭിനയിക്കാണ് നാറിയവന്മാർ. മനസ്സിലായ? നമ്മളെ അനുഭവിക്കുമ്പോൾ ആഹാ എന്ത് സുന്ദരമാണ്, എന്ത് സുന്ദരമാണെന്നറിയാവാ. അവിടെയാണ് ശരിയായിട്ടുള്ള പ്രണയം. അവിടെ ശരിയായിട്ടുള്ള പ്രണയം നിരന്തരമാണ്. അല്ലാണ്ട് തോന്നുമ്പോൾ പ്രണയം വരുന്നു പോകുന്നു അങ്ങനെയല്ല. നിരന്തരം പ്രണയത്തിലായിരിക്കണം. അത് പെണ്ണിനെ കണ്ടപ്പോൾ പ്രണയം തോന്നി. ഇവന്മാരൊക്കെ മൈരന്മാരാണ്. പെണ്ണിനെ കാണുമ്പോൾ തോന്നുന്ന പ്രണയമല്ല, അത് ശരീരത്തിൻ്റെ ആസക്തിയാണ്. കെൽപ്പില്ലാത്ത ശരീരം കൊണ്ടു നടക്കുന്നവനാണ്. അവൻ്റെ സ്വന്തം ശരീരത്തെ കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്. സ്വന്തം ശരീരം കൈകാര്യം ചെയ്യാൻ അതിനുള്ള തൻ്റെ ഇടമില്ല, തൻ്റെ ഇടമില്ല. അതിനെന്ത് വേണം? എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വേണം. നല്ല വിധത്തിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മൾക്ക് ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരം. ആരോഗ്യം എന്ന് പറയുമ്പോൾ നിരന്തരം അനുഭവിക്കുന്നിടത്താണ് ആരോഗ്യം. ഇതൊരു കമൻറ്റ്. ആശയവും തമ്മിലുള്ള സംഘർഷം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് എനിക്ക് 2 കാര്യങ്ങളും പരസ്പരം ചേരുവാൻ മറ്റൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. ഇത് പ്രാപഞ്ചിക പ്രതിഭാസം. ആശയമല്ല, അനുഭവത്തിൻ്റെ തുടർച്ചയാണ്. ആശയം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ പഠിപ്പിച്ചു വെച്ചിട്ടാണ് ആശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരാശയം നമ്മളെ നിയന്ത്രിക്കുന്നില്ല. നമ്മൾ അനുഭവിക്കുന്നിടത്ത് ബുദ്ധിയാണ്. ബുദ്ധിയെന്ന് പറയുന്നിടത്താണ് ആശയം വരുന്നത്. അത് നമ്മളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഈ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഒരു പ്രസക്തിയില്ല. കാരണം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഈ സംസാരത്തിൻ്റെ ഈ ഭാഷയിൽ നിന്ന് മാറി അനുഭവത്തിൻ്റെ അവസ്ഥയ്ക്ക് മുൻതൂക്കം കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതിനകത്തല്ല കാര്യം ഇരിക്കുന്നത്, കാര്യം അനുഭവിക്കുന്നിടത്താണ്. അനുഭവം ഉള്ളതുകൊണ്ട് എന്ത് തോന്നിയാസം വിളിച്ച് പറയാം. അനുഭവം ഉള്ളതുകൊണ്ട് എന്ത് തോന്നിയാസം വിളിച്ച് പറയാം. ഒരു മടിയുമില്ല, യാതൊരു മടിയുമില്ല. കാരണം ആരെയും ബോധ്യപ്പെടുത്താനല്ല, സൗകര്യം ഉണ്ടാകും. മനുഷ്യർ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് സഹകരിക്കാൻ, അനുഭവിക്കുന്ന മനുഷ്യരോട് സഹകരിക്കാനാണ്. നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മളിവിടെ 4 പേരേ ഉള്ളൂ. നമ്മളൊരു 50-100 പേര് ആ ഭാഗം അത്രയെങ്കിലും വേണം മിനിമം. ഒരു വീട്ടിലെന്ന് പറയുന്നത് ഒരു പെരയുടെ അകത്ത് ഒരു 50-100 പേരെങ്കിലും വേണം. അവിടെയല്ല മനുഷ്യരെ ഒന്നിപ്പിക്കുന്നിടത്തല്ലേ മനുഷ്യത്വം തെളിഞ്ഞു വരണത്. ഇതൊരു വീട്ടിൽ 2 പേര്, കഷ്ടി 2 പേര്, പിന്നെ മക്കൾ. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, തീർന്ന്. എൻ്റെ ഭാര്യയെ നോക്കാൻ പറ്റാത്ത ആൾ എൻ്റെ ഭാര്യയാക്കും ആദ്യം. എന്നിട്ട് അവരെ നോക്കാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. മക്കളെ നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. തന്നെത്താൻ നോക്കാനായിട്ട് പറ്റത്തില്ല. സമൂഹത്തിനെ കൊണ്ട് നോക്കിക്കുകയും ചെയ്യും, വേസ്റ്റ് ഇതിനകത്ത് കയറുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രോട്ടോക്കോള്. തന്നെത്താൻ ഭാര്യനെ നിലക്ക് നിർത്താൻ പറ്റുമില്ല. ഭാര്യ തോന്നിവാസം എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ പോകും. മനസ്സിലായോ? എന്നിട്ട് ഭാര്യ എന്ന് ഈ പറയുന്ന കള്ളികൾ നമ്പർ 1 ഫ്രോഡാണ്. അവർക്ക് അവരുടെ ശാരീരിക സുഖം അനുഭവിക്കാനുള്ള ഭാഗത്തോട്ട് എല്ലാവരും പോകും. ഭർത്താവിനെ പറ്റിക്കാൻ ഭാര്യയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്പർ 1 ഫ്രോഡാണ് ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ. ഒരു സംശയം വേണ്ട. എന്നുവെച്ചാൽ ഭാര്യയാണോ ഭർത്താവാണോ കള്ളന്മാരാ, മനുഷ്യനാണോ സത്യസന്ധരാ. മനുഷ്യർ മാത്രമേ സത്യസന്ധരായിട്ട് നിൽക്കത്തുള്ളൂ. എന്താ കാരണം? ഭാര്യ എന്ന് പറയുന്ന കഥാപാത്രം സമൂഹം ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥ മാത്രമാണ്. നമ്മൾ മനുഷ്യനായിട്ടാണ് ഇരിക്കേണ്ടത്. ഭാര്യ എന്ന് പറയുമ്പോൾ കടപ്പാട് സമൂഹത്തിനോടാണ്. നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ, നീ നിൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ നടക്കുമോ? നടക്കത്തില്ല. മനുഷ്യരുമായിട്ട് സഹകരിക്കണം, മനുഷ്യരുമായിട്ട് സഹകരിക്കണം. അത് നിരന്തരം അനുഭവത്തിലുള്ളവന് മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ നമ്മളെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ വൃത്തികേട് ചെയ്യുന്ന രാഷ്ട്രീയക്കാർ, അതിപ്പോൾ നമ്മുടെ കേരള സർക്കാർ നോക്കിയാലും ഭാരത സർക്കാർ നോക്കിയാലും ഇതിനകത്തെല്ലാം വൃത്തികേട് മാത്രമേ ഉള്ളൂ. ചുഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്? കള്ളത്തരവും വഞ്ചനയും ചതിയുവേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. സ്വന്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അനുഭവത്തിന് സ്ഥാനം കൊടുക്കാത്ത കുറേ ആൾക്കാർ. പറയുന്ന തെറിയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അറിയുമോ സെബാസ്റ്റ്യ?
സെബാസ്റ്റ്യൻ ഇടക്ക് ഫോർട്ട് കൊച്ചിയിൽ വരും നമ്മുടെ കൂടെ കുറച്ച് ദിവസം. ഇത് തെറിയുടെ അർത്ഥം അറിഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? മയിര്, കുണ്ണ, ഇതിൻ്റെയൊക്കെ അർത്ഥം വേണ, പൂറ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തിനാണ്? ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതിനകത്തു നിന്നൊക്കെയല്ലേ നമ്മളെല്ലാം ഉണ്ടായത്, ഇതിനകത്തു നിന്നൊക്കെയാണ് നമ്മളുണ്ടായത്. ഇതിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? ഇതിനകത്തൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. നമ്മളെ അനുഭവിക്കുന്നിടത്താണ്. ഫോർട്ട് കൊച്ചിയിലല്ലേ, എവിടെ പോയാലും ഇതൊക്കെ തന്നെ ചെയ്യാനുള്ള സമൂഹത്തിലുള്ള ആൾക്കാർക്ക്, മനസ്സിലായോ? ഫോർട്ട് കൊച്ചി വന്നതാണ് മട്ടാഞ്ചേരി മാർട്ടിൻ ചോദിച്ച് എന്തിനാണ് കഞ്ചാവ് എടുക്കുന്നത്. അപ്പോൾ കഞ്ചാവിനെ പറ്റിയാണ് പറയുന്നത്. കഞ്ചാവ് എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് മാട്ടഞ്ചേരി മാർട്ടിൻ പറയുന്നത് കഞ്ചാവിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. നിങ്ങൾ കഞ്ചാവ് എടുക്കുന്നത് എന്തിനാണ് 5 പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് തലയൊന്ന് കുടഞ്ഞുണർന്നത്, മനസ്സിലായോ? അപ്പോഴാണ് കക്ഷി അറിഞ്ഞത് ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പുള്ളി പറഞ്ഞത് എനിക്ക് കുറേ വേദനയുണ്ട്, ആ വേദന മാറ്റാനാണ് ഞാൻ കഞ്ചാവ് എടുത്തത്. എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്താണ്? അവൻ്റെ വേദന മാറണം, അതിനുള്ള സ്വാതന്ത്ര്യം വേണം. സ്വന്തം ശരീരത്തിൽ വേദനിച്ച് നടക്കുന്നു, അവിടെയല്ലേ മറ്റുള്ളവരെ തല്ലുന്നത്. അടിയും വഴക്കുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അടിയും വഴക്കുണ്ടാകുന്നത് സ്വന്തം ശരീരത്തിലെ വേദന നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവിടെ മറ്റൊരാളുടെ നേരെ കയറുന്നത്, മറ്റൊരാളുടെ തല്ല് പിടിക്കുന്നത് അതുകൊണ്ടാണ്. അതിന് വേറൊന്നും കൊണ്ടല്ല. ആരും വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കേമനാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. എടാ, ഞാൻ കേമനാണ്. എന്തുകൊണ്ട് കേമനായി? മറ്റുള്ളവരുടെ ബലഹീനത കണ്ടിട്ട്. ആ കേമത്തരമല്ല, അത് മൂക്കി പനി വരുമ്പോൾ തീരുന്ന കേമത്തരമാണ്. നമ്മുടെ കേമത്തരം നമ്മളിലുള്ള അവസ്ഥ തുടർച്ചയായിട്ട് അനുഭവിക്കുന്നിടത്താണ്. അത് ആരെയും വെല്ലുവിളിക്കുന്നിടത്തല്ല. സ്വന്തം ശരീരത്തിൽ തുടർച്ചയായിട്ട് അനുഭവത്തിൽ ഇരിക്കാൻ പറ്റുമോ? അതിലാണ് കാര്യം ഇരിക്കുന്നത്. അടി മറ്റുള്ളവരുടെ മേത്ത് മെക്കിട്ട് കയറി അവനെ തല്ലിച്ചതച്ച് അതല്ല കേമത്തരം. സ്വന്തം അനുഭവത്തിൽ തെളിച്ചത്തിൽ സമൂഹം പഠിപ്പിച്ച ഭാഗത്തു നിന്നല്ല, സ്വന്തം ആന്തരികമായിട്ടുള്ള അനുഭവത്തിൽ രോഗമില്ലാതെ തുടരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അതിലാണ് കാര്യം ഇരിക്കുന്നത്. അവിടെയാണ് പ്രാപ്തി. അതിൻ്റെ ആരോഗ്യം പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് സദാചാര ബോധത്തിൻ്റെ പേരിൽ തമ്മിലടിയും വഴക്കും, ഒരു ചെറിയൊരു മൂക്കി പനി വന്നാൽ തീരാവുന്ന കാര്യമുള്ളൂ ഈ കൂട്ടരുടെ കാര്യം. അതുകൊണ്ട് ആ കൂട്ടരോടല്ല നമ്മൾ സംസാരിക്കുന്നത്. ആന്തരികമായിട്ടുള്ള അനുഭവത്തിന് ഉഷിരുള്ളവൻ, മനസ്സിലായി? തൻ്റെ ഇടം ഉള്ളിൽ കണ്ടെത്തിയവൻ, അതിൻ്റെ പുറത്ത് മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുന്നവനല്ല, മനസ്സിലായോ? ഏതോ പുസ്തകത്തിൽ പറഞ്ഞ മര്യാദ പാലിക്കാൻ വേണ്ടി കിടന്ന് തലകുത്തി മറിയുന്ന ആൾക്കാരെ പറ്റിയല്ല. സ്വന്തം അനുഭവത്തിൽ ആന്തരികമായിട്ടുള്ള അനുഭവത്തിൽ കള്ളത്തിലും വഞ്ചനയും ചതിയുമില്ലാതെ ഉഷിരോടുകൂടി അനുഭവത്തിൽ തുടരാൻ കേൾപ്പുണ്ടോ? അതിനുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, ഒരു സംശയവുമില്ല. അതിനെ തർക്കിക്കാനും അടിവെക്കാനും വഴക്കിടാനൊന്നുമല്ല. ആന്തരികമായിട്ടുള്ള അനുഭവത്തിൽ ഉണർന്നിരിക്കാൻ, ഒരു വിശ്വാസ പ്രമാണം ദൈവത്തിൻ്റെ കൂട്ടത്തിലല്ല, അവനവൻ്റെ കൂട്ടത്തിലിരിക്കാൻ ഉഷിരുണ്ടോ? മനസ്സിലായ? അണ്ട് ഏതോ പുസ്തകത്തെ പഠിപ്പിച്ചു ഈശ്വരനുണ്ട്, എൻ്റെ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. ഒരു കഥയുമില്ല. ഈ പാട്ടൊക്കെ പാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളയണം, അല്ലേ? പിന്നെയും വയലാറ് പാടി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അവസാനം എന്തായി? തെരുവിൽ മനുഷ്യൻ മരിക്കുന്നു, ചെറുത ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, ഈ വരികളെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? മനുഷ്യൻ്റെ പൊട്ടത്തരത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ പൊട്ടന്മാരായെന്ന് ഉള്ള ഭാഗം നമ്മളല്ലേ തിരിച്ചറിയേണ്ടത്. എല്ലാ പുസ്തകവും വലിച്ചെറിയണം, മനസ്സിലായി? എന്തിനാ മാതാപിതാക്കളോടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം ബന്ധനമാകരുത്. മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ. എൻ്റെ നാട്ടിൽ അർത്തിങ്കിലാണ് വാഷിംഗ് മെഷീനിലിട്ട് 2 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടിയെ സ്വന്തം അമ്മ മുക്കിക്കൊന്നു. ഇത് ലോകത്തെല്ലായിടത്തും നടക്കുകയാണ്. പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിക്കുന്നു. കഴിയുകയില്ല. ഇന്ന് പ്രസവിക്കാൻ പോലും പെണ്ണുങ്ങൾക്ക് കഴിയുകയില്ല. എന്താ കാരണം? എന്താണ് കാരണം? മൊത്തം അരാജകത്വമാണ് ഈ സമൂഹത്തിൽ. ആർക്കും തൻ്റെ ഇടമില്ല. ഇവിടെ കാണിക്കുന്ന മുഴുവൻ വൃത്തികേടാണ്. പഠിപ്പിച്ചിരിക്കുന്ന മതങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്ന വൃത്തികേടാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ല ആർക്കും. സ്വതന്ത്രനല്ല, ഭയമാണ്. ആരെ ഭയം? അവനവനെ തന്നെ ഭയമാണ്. ഞാൻ നശിച്ചു പോവുക.
സ്വന്തം ശരീരത്തിനുള്ള ഭയമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇത്രയും പവിത്രമായിട്ട് പ്രവർത്തിക്കുന്ന ശരീരത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ അവസ്ഥ അനുഭവിക്കാൻ അതിനെന്ത് വേണം? ശരീരം പ്രവർത്തിപ്പിക്കണം, ശരീരത്തിൻ്റെ അവസ്ഥ തുടർച്ചയായിട്ട് അനുഭവിക്കണം. ഇത്രേ ആവശ്യമുള്ളൂ. സ്വന്തം ശരീരത്തിൽ കെൽപ്പുണ്ടാക്കിയെടുക്കണം, അഭിമാനം വേണം. ഞാൻ കൊണ്ടു നടക്കുന്ന ശരീരം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കല്ലുവഴിച്ചെറിയും. കാരണം സമൂഹം അതേ ചെയ്യത്തുള്ളൂ. തല്ലാൻ വരും, അടിക്കാൻ വരും. കാരണം അതേ അവർക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. മനസ്സിലായി? കാരണം അവന് കൂടി അവസരമുണ്ടാക്കാനുള്ള സാധ്യതയെ തല്ലി ഉടക്കുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത്. എന്താ നിവൃത്തിയില്ല. മനസ്സിലായി? ഗതിയില്ലാത്ത മനുഷ്യരാണ്. കാരണം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മതം, അതിനെ സംരക്ഷിക്കാൻ ഞാൻ ആരെയും തല്ലി ഉടക്കും. ഇങ്ങനത്തെ വൃത്തികേടാണ്. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മതം എന്തോ വലിയ ഗേമമാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ആരെയും വേണേൽ എതിർക്കും. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഞാനാണ് മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നടക്കുന്നത്. നോക്കണം, ശ്രദ്ധിക്കണം. എനിക്ക് മര്യാദക്ക് അനുഭവിച്ച് തുടരാൻ പറ്റുന്നില്ല. അതെ, ഈ വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ഇന്നതാണ്. എന്താണ്? ഏതോ ഒരു വാക്കെടുത്തുകൊണ്ട് വരും. ഈ വാക്കിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. വാക്കിൻ്റെ അർത്ഥം ആർക്ക് വേണം? അനുഭവത്തിൻ്റെ അവസ്ഥ തുടരാനുള്ള കെൽപ്പുണ്ടോ? അതിന് ഫോട്ടോ വെച്ച് പോണം. ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നാൽ പോരെ. ഫോട്ടോ വെച്ചല്ല തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഫോട്ടോ വെച്ച് വന്നാൽ തിണ്ണമെടുക്ക് കാണിക്കും ഞങ്ങൾ. അത് തന്നെയല്ലേ നാറിത്തരം. ഞങ്ങൾ തിണ്ണമെടുക്ക് കാണിക്കും. ഇങ്ങോട്ട് വന്നാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു നുള്ളു മണ്ണ് പോലും നിങ്ങളുടെ മേത്ത് വാരിയിടുകയില്ല. ഞങ്ങൾ ഇങ്ങനെ കൈകൂപ്പി നിന്ന് ആരാധിക്കും. മനുഷ്യരുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. മനസ്സിലായി? മനുഷ്യരുമായിട്ടുള്ള ബന്ധം കൈകൂപ്പിയിട്ടാണ്. അതിൻ്റെ കൈ കൊണ്ട് അടിച്ചിട്ടും തല്ലിയിട്ടും ഒന്നുമല്ല. പക്ഷേ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഹൃദയം കൊണ്ടാണ്, ബുദ്ധി കൊണ്ടല്ല. ഹൃദയം കൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. പഠിച്ച വിവരക്കേട് കൊണ്ടല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ സത്യം കൊണ്ടാണ്. അവിടെയാണ് സഹകരണം. മനസ്സിലായി? വെല്ലുവിളിക്കാനല്ല, ഒരുമിച്ചിരിക്കാനാണ്. ഒരുമിച്ച് സ്വസ്ഥമായിട്ട് രോഗമില്ലാതെ ജീവിക്കാനാണ്. 10 കൂട്ടം രോഗം ഇല്ലാത്തവരാരും ഇല്ല ഇന്ന്. പറയുമ്പോൾ മതമൈത്രിയൊക്കെ ഇങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടു നടക്കുക. പക്ഷേ ഈ വരണവർക്ക് എല്ലാവർക്കും രോഗമാണ്. രോഗം മാറ്റിവെക്കാൻ, അവനവൻ്റെ അനുഭവത്തിൽ ഉണരാൻ കെൽപ്പില്ലാത്തവർ മതത്തെപ്പറ്റി പറഞ്ഞിട്ട് എന്തിനാണ്? മതമൈത്രി. മനസ്സിലായ? എല്ലായിടത്തും എവിടെ നോക്കിയാലും ഭയങ്കര വലിയ കൊടികെട്ടി വാഴാൻ നോക്കിയ, പക്ഷെ അവന് നേരെ നിൽക്കാൻ പറ്റാത്തവരാ. സ്വന്തം അനുഭവത്തിൽ നേരെ നിൽക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ. വേസ്റ്റല്ലേ? ഈ വേസ്റ്റ് തള്ളിക്കളഞ്ഞിട്ട് ആശ്രയമല്ല, സഹകരണമാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത്. കാട്ടിലെ മൃഗങ്ങളെ നോക്ക്, അവരൊരുമിച്ചല്ലേ നിൽക്കണം. ആനക്കൂട്ടങ്ങൾ, പന്നിക്കൂട്ടങ്ങൾ, സിംഹങ്ങൾ, ഉറുമ്പ്, നമ്മുടെ വീട്ടിലുള്ള ഉറുമ്പ് നോക്ക്, അവരൊരുമിച്ചല്ലേ നിൽക്കുന്നത്. മനുഷ്യനെ ഒരുമിക്കുന്നതിന് ആശ്രയിക്കുന്നെന്ന് പറയുന്നത് എന്തിനാണ്? സഹകരണം, വെടിപ്പും വൃത്തിയുള്ള ഭാഗത്ത് അതങ്ങനെയല്ലേ. അതിന് ആരെങ്കിലും നിരങ്ങി വരേണ്ട കാര്യമുണ്ടാ? പൊരുത്തമല്ലേ, സമത്വമല്ലേ? നിനക്ക് വേണ്ടത് തന്നെയല്ലേ എനിക്കും വേണ്ടത്. അല്ല, നിനക്ക് വേണ്ടാത്ത എന്ത് മയിലാണ് എനിക്ക് വേണ്ടത്? എല്ലാവർക്കും വേണ്ടത് ഒന്ന് തന്നെയാണ്. അല്ലാണ്ട് ഒരു മൈരുമില്ല. സഹകരണം അത് നാച്ചുറലാണ്. നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റാണ് പൊരുത്തപ്പെട്ടിരിക്കുക. അവിടെയല്ലേ മനുഷ്യത്വം. ഇത് എൻ്റെ ദുരാഗ്രഹം കാരണം കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി. എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ണാൻ വേണ്ടിയിട്ടാണ്, ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെയുള്ള ആസക്തിയുടെ പേരിലാണ് കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് ഒളിച്ചും പാത്തും വേണം. അങ്ങനെ കൂട്ടുകുടുംബ വ്യവസ്ഥകളൊക്കെ എന്താ കാരണം? അവിടെ ഒരു വൃത്തികെട്ട നേതാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, വെറുതെ അല്ല കൂട്ടുകുടുംബമൊക്കെ പൊളിഞ്ഞു പോയത്. അവിടെ ഒരു വൃത്തികെട്ട തലനിരച്ച ഒരു മുതുക്കിളവനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ തകർന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ തകരത്തില്ല ഒന്നും. മനസ്സിലായി? എവിടെയൊക്കെ അരാജകത്വം ആരംഭിച്ചു, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നാറിയ സമൂഹം ഇവിടെ നിലനിൽക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നാറിയ സമൂഹമാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായി? നാറ്റ കേസാണ്. മറ്റൊരുത്തന്നെ വിമർശിക്കാനും മറ്റൊരുത്തം വൃത്തികെട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വെമ്പലുകൊള്ളുന്ന ആളാണ്. എൻ്റെ ഉള്ളിലെ വൃത്തികേട് അല്പം പോലും മാറ്റാൻ പറ്റുന്നില്ല.
അഭിമാനമില്ല. അഭിമാനിക്കുന്നവർ വേണം, ആത്മാഭിമാനം വേണം. ഇത് തെറി പറഞ്ഞാൽ വൃത്തികേടാകുന്ന ആൾക്കാരാ. തെറി പറഞ്ഞാൽ വൃത്തികേടാവും. എങ്ങനെ തെറി പറഞ്ഞാൽ വൃത്തികേട് എങ്ങനെയാകണം? ഒരു വൃത്തികേടും ആകത്തില്ല. ഒരു മനുഷ്യന് ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞ് അവൻ വൃത്തികെട്ടവനൊന്നും ആകത്തില്ല, ഒരിക്കലും ആകത്തില്ല. ഒരു വാക്കും നമ്മളെ നശിപ്പിക്കത്തില്ല. നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ അവസ്ഥ, നമ്മളെ അനുഭവിക്കുന്ന അവസ്ഥ, അത് മറ്റുള്ളവർ ആരും ഉണ്ടാക്കി തന്നതല്ല, അത് ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. അത് നിത്യമാണ്. അതിലോട്ട് നമ്മൾക്ക് എത്തി നോക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഉഷിര് വേണം. സ്വന്തം ശരീരത്തെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഉഷിര് വേണം, നല്ല ഉഷിര് വേണം. മനസ്സിലായോ? അത് ഒരുമാതിരി കുണാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കുള്ളതല്ല. സ്വന്തം ശരീരത്തെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരം പണിയെടുക്കണം. എല്ലാ ഭാര്യമാരും അങ്ങനെയല്ല. നിങ്ങളുടെ ഭാര്യ അങ്ങനെയായിരിക്കും, അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആണായാൽ പോരാ, ആണത്തം വേണം. അപ്പോൾ ഭാര്യ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു. അതെ, കണ്ട, ഭാര്യ അടങ്ങി ഒതുങ്ങി നിൽക്കുക. അവിടെ അടിച്ചമർത്തലാണ്. അവിടെ തന്നെ ഭാര്യ ആണത്തം വേണം, അടിച്ചമർത്തലാണ്, ഡിക്റ്റേറ്റർഷിപ്പാണ്. ഇത് തന്നെയാണ് പ്രശ്നം. മനസ്സിലായ? ഒരു സ്ത്രീയെ അടിച്ചമർത്തി അവിടെ നിയന്ത്രിച്ച് കാലിൻ്റെ അടിയിൽ വെക്കുക എന്ന് പറയണത് അത് തന്നെയല്ലേ വൃത്തികേട്? ആണത്തം വേണം. ഭാര്യ അടങ്ങി ഒതുങ്ങി നിൽക്കും. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തകർത്തോണ്ട് ഞാൻ പുരുഷനാണ്, ഞാൻ കേമനാണ്, അവിടെ തന്നെയാണ് വൃത്തികേട്. അത് തന്നെയാണ് നമ്പർ 1 ക്ലാസിക്കൽ ഫ്രോഡാണ്. മനസ്സിലായ? നാണമില്ലേടൂ തനിക്കൊക്കെ ഒരു സ്ത്രീയെ അടക്കി ഭരിക്കാനായിട്ട്? തനിക്കൊക്കെ നാണമില്ലേ? താനൊക്കെ ആണാണെന്ന് പറയുന്നതിൽ എന്ത് കഥയിരിക്കുന്നത്? താനൊന്ന് മനുഷ്യനാകാൻ നോക്ക്. മനസ്സിലായ? ഒരു വ്യക്തിയെ അടക്കി ഭരിക്കുന്നിടത്തല്ല, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ആ വ്യക്തി വിഹരിക്കുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. അതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇതാണ് ഡിക്റ്റേറ്റർഷിപ്പ്. മനസ്സിലായി? ഇതാണ് നാർസിസം എന്ന് പറയുന്നത്. ഇതാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തി അടക്കി ഭരിക്കുക, എൻ്റെ ഭാര്യ. മനസ്സിലായി? ഒരിക്കലും പറയരുത്. ആ വ്യക്തിയുടെ ജീവിതം അനുഭവിക്കുന്നിടത്താണ്. അല്ലാണ്ട് ഞാൻ ആണാണ്, ഈ കേമത്തരം എന്തിനാണ്? ലൈംഗികമായിട്ട് സുഖഭോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ. നാണമില്ലേ തനിക്കൊക്കെ? മനസ്സിലായ? ആത്മാർത്ഥത വേണം. അത് ജീവനുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ജീവിക്കുന്ന ഭാഗം, അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും തന്നെപ്പോലെ തന്നെയുള്ളൂ ആ വ്യക്തിയും. ആ വ്യക്തി ജീവിക്കേണ്ട ഭാഗം, ആ വ്യക്തി ജീവിക്കണം സ്വതന്ത്രമായിട്ട്. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അവിടെയുള്ള കാര്യം, അല്ലാണ്ട് കാര്യങ്ങളൊന്നുമില്ല. നിരന്തരമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥ എല്ലാ വ്യക്തികളും. അടക്കി ആരെയും ഭരിക്കരുതും, ആരെയും ഭരിക്കാൻ നോക്കരുതും. സ്വന്തം അവസ്ഥ അനുഭവിക്കാൻ പറ്റാത്തവരാണ്. സ്വന്തം അവസ്ഥ അനുഭവിക്കാൻ പറ്റാത്തവരാണ് മറ്റുള്ളവരുടെ തലയിൽ കയറുന്നത്. മനസ്സിലായി? എന്തുകൊണ്ട് സ്ത്രീ ബലഹീനമായി? സ്ത്രീക്ക് ബലഹീനതയൊന്നുമില്ല, ഒരു ബലഹീനതയുമില്ല സ്ത്രീക്ക്. മനസ്സിലായി? ഇത് പുരുഷന്മാർ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിവരക്കേടാണ്. സ്ത്രീയെ വീട്ടിൽ നിർത്തി, മനസ്സിലായി, ഇവൻ്റെ ശാരീരിക സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? കള്ളന്മാരാ പുരുഷന്മാർ, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ, എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായി? നന്മ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിലെ ജീവനെ തുടർച്ചയായിട്ട് അനുഭവിക്കുമ്പോഴുള്ളതാണ് നന്മ. അവിടെയാണ് ശരിയായിട്ടുള്ള ആശ്വാസം. അതിനുള്ള തൻ്റെ ഇടം വേണം. ആന്തരികമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കണം. വൈശാഖൻ തമ്പിയുടെ സയൻസ് ഓഫ് ഡ്രഗ്സ് മസ്റ്റായിട്ടും കാണണം. എന്തിനാണ്? വൈശാഖൻ തമ്പിയെ കാണേണ്ട ആവശ്യമില്ല. കാരണം വൈശാഖൻ തമ്പി കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ട്, സയൻസ് എന്താ ചെയ്യുന്നത്? കുറേ പരീക്ഷണം നടത്തിയിട്ട്, ലാബിൽ വെച്ച് കുറേ വസ്തുക്കളെടുത്ത് പരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ വിശദീകരണമാണ് വൈശാഖൻ തമ്പി തരുന്നത്. അതേ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ അനുഭവിക്കുന്ന അവസ്ഥ, ഞാൻ എന്നെ നിരന്തരം തുടർച്ചയായിട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു പരീക്ഷണ വസ്തുവല്ല. മനുഷ്യനെ പരീക്ഷണ വസ്തു ആക്കരുത്, ഒരിക്കലും ആക്കരുത്. ആരാണ് ആക്കുന്നത്? സ്വന്തമായിട്ടുള്ള അനുഭവത്തിൽ നിൽക്കാൻ പറ്റാത്തവരെ പരീക്ഷിക്കട്ടെ. സ്വന്തം അനുഭവത്തിൽ തുടരുന്നെടുത്ത് സ്വന്തം ജീവൻ അനുഭവിക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഈ ലോകത്ത് എന്താ ഉള്ളത്? അവിടെ എത്തണം. മനസ്സിലായി? സ്വന്തം ശരീരത്തിൽ സംശയം ഉണ്ടെങ്കിൽ വൈശാഖൻ തമ്പിയെ കാണണം. തീർച്ചയായിട്ടും അങ്ങനെ പല തമ്പിമാരെ കാണേണ്ടി വരും. മനസ്സിലായി? പക്ഷെ സ്വന്തം തമ്പിയെ കാണാൻ പറ്റത്തില്ല.
ഞാനെന്ന് പറയുന്നത് തമ്പിയാണ് കാണുന്നത്. മനസ്സിലായി? ഞാൻ വൈശാഖൻ തമ്പിയൊന്നും കാണത്തില്ല. കാരണം എനിക്ക് എന്നെ കണ്ടാൽ മതി. എന്നെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ നന്നായിട്ട് അനുഭവിക്കുന്നിടത്താണ് എൻ്റെ ജീവിതം. എനിക്ക് എന്നെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തൊട്ട് കാര്യം ഇരിക്കുന്നു? ജീവിതം ഇവിടെ തീർന്നില്ലേ? തീർന്ന്. അത് മരിച്ചു പോയവരുടെ അറിവല്ല, അത് അവിടെ ഉള്ളതാണ്. മരിച്ചയാൾ അങ്ങനെ തിരിച്ചറിഞ്ഞു, ദാറ്റ്സ് ഓൾ. അല്ല, മരിച്ച ആളുടെ റെഫറൻസ് എടുക്കേണ്ട കാര്യം പോലും ഇല്ലല്ല നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഞാൻ മരിച്ച ആളുടെ പുസ്തകം എടുക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ. ആ മരിച്ച ആൾ എന്തു പറയുന്നു എന്നുള്ള ഭാഗം ഒരാവശ്യമില്ല. ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ട് ഞാൻ എന്നെ അറിയേണ്ട കാര്യം എന്താണ്? ഞാൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജനിച്ചു, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന് എന്നൊക്കെയാണ് പറയുന്നതല്ലേ കഥകൾ. അങ്ങനെയൊക്കെയാണ്, ആയിക്കോട്ടെ. പ്രസവിച്ചാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെയാണ്, അതിനകത്തൊന്നും നമുക്ക് സംശയമില്ല. പക്ഷേ അനുഭവം ഉണ്ടോ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതിൻ്റെ? ഒരു അനുഭവമില്ല. അനുഭവം എവിടെയാണുള്ളത്? നമ്മളിലാണുള്ളത്. അത് വൃത്തിയായിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് വെറുതെ ലാപ്പാ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. രോഗമില്ലാത്ത അവസ്ഥ, ആ അവസ്ഥയെ അനുഭവിക്കണം, അതാണ് ജീവിതം. തീർച്ചയായിട്ടും. മിടുക്കന്മാരുണ്ട്, മിടുക്കന്മാരുണ്ട്, ഉഷിരുള്ള പിള്ളേരുണ്ട്. മനസ്സിലായ? ഉഷിരുള്ള പിള്ളേരുണ്ട് നമ്മളുടെ ഇടയിൽ. അവരുണരും. മനസ്സിലായ? ഉഷിരുള്ള പിള്ളേർ, സ്വന്തം ശരീരത്തിൽ ആത്മാഭിമാനത്തോട് നിൽക്കുന്ന പിള്ളേരുണ്ട്. മനസ്സിലായ? മനുഷ്യരുണ്ട് ഇവിടെ. മനസ്സിലായ? അല്ലാണ്ട് കണ്ണി കണ്ടവൻ്റെ പുസ്തകത്തിൽ നിന്നെടുത്ത് വായിച്ചു നോക്കിയിട്ട് തർക്കവും അടിക്കവും വൈശാഖൻ തമ്പിയുടെ പുറകെ നടക്കുന്നവൻ ആരുടെയും പുറകെ നടക്കണ്ട. ആരുടെയും പുറകെ നടക്കണ്ട. ഒരു ഗുരുക്കന്മാരും ഇല്ല. മനസ്സിലായി? ഒരു തെമ്മാടികളുടെയും പുറകെ നടക്കണ്ട. സ്വന്തം ജീവിതം അനുഭവിക്കണമെങ്കിൽ പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം. 10ൽ 10 പൊരുത്തം നോക്കുന്നു, എന്നിട്ട് പിന്നീട് ജീവിച്ചു തുടങ്ങുമ്പോൾ പിന്നെ പൊരുത്തമില്ല, പിന്നെ സെപ്പറേഷനേ ഉള്ളൂ. അതെ അതെ. ഈ പൊരുത്തം നോക്കിയിട്ട് ഒരു കാര്യമില്ല. അതിനകത്ത് പൊരുത്തക്കേട് മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിക്കുമ്പോൾ. കാരണം പൊരുത്തം കടലാസിൽ ആർക്കും പൊരുത്തം എഴുതി വെക്കാം. മനസ്സിലായി? കടലാസിൽ പൊരുത്തം എഴുതി വെക്കാം. 100 പൊരുത്തമാണ്. 10ൽ 10ഉം 100ൽ 100ഉം പൊരുത്തം എഴുതാം. പക്ഷെ അനുഭവത്തിൽ പൊരുത്തം കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ വേസ്റ്റാണ്. വേറെ ഒന്നും നോക്കണ്ട. നമ്മുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ച് തുടരുന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ശ്വാസം, ബുദ്ധൻ പറഞ്ഞ പോലെ ശ്വാസം നോക്കിയൊന്നും ഇരിക്കരുതും. നിങ്ങൾ അനുഭവിക്കുന്ന ഭാഗം ആരും ഞാൻ പറഞ്ഞതും കേൾക്കണ്ട. നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതൊന്നും എടുക്കണ്ട. എനിക്ക് വായി തോന്നിയൊക്കെ ഞാൻ വിളിച്ചു പറയും. മനസ്സിലായ? എനിക്ക് അത്രയേ ഉള്ളൂ. കാരണം ഞാൻ പറയുന്നത് ഞാൻ മറിച്ചും തിരിച്ചും എല്ലാം പറയും. കാരണം എൻ്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും വിശദീകരിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് വായി തോന്നുന്ന കോതക്ക് പാട്ടെന്നുള്ള നിലക്ക് ഞാൻ പലതും വിളിച്ചു പറയും. ഞാൻ പറയുന്നതിനകത്തൊന്നും ഒരു കഴമ്പില്ല. നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് അനുഭവിച്ച് തുടരാം. ഒരു സംശയമില്ല. തലയിൽ എന്താ വിളക്കിൻ്റെ തിരി വെച്ചേക്കുന്നത്? തലയിലെന്താ? ആരുടെ തലയിൽ? നിങ്ങളുടെ തലയിൽ എന്താണെന്ന് നോക്ക്. എൻ്റെ തലയിലൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നണം എൻ്റെ തലയിൽ എന്തോ ഉള്ളതായിട്ട്. എൻ്റെ തലയിൽ ഒന്നുമില്ല. അത് ശൂന്യമാണ്. എൻ്റെ തലയിലൊന്നുമില്ല. അത് ഫാദിയ. മനസ്സിലായ? ഏതാ ഈ ഹമുക്ക്? ഈ ഹമുക്ക് നീ എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന ഹമുക്കിനേക്കാൾ 2 മടങ്ങ് മെച്ചപ്പെട്ട ഒരു ഹമുക്കാ. നീ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന ഒരു ഹമുക്കില്ലേ, ആ ഹമുക്കിനേക്കാൾ 2 ഇരട്ടി മെച്ചപ്പെട്ട ഒരു ഹമുക്കാ. അല്ലാണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ. ഏതാ സാധനം? ഹോമം വേണം. ഇവൻ്റെയൊക്കെ ഒരു വിചാരം സ്ത്രീക്ക് അടിച്ചു കൊടുത്താൽ അവനെല്ലോ അടഞ്ഞു ഒതുങ്ങി നിൽക്കുമെന്നാണ്. സ്ത്രീക്ക് നല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു? അതെ, സ്വാതന്ത്ര്യമാണ് വേണ്ടത്. പിള്ളേർ പറഞ്ഞു കൊടുക്കും, മക്കളെ തുടങ്ങ്, നിങ്ങളങ്ങോട്ട് ഇറങ്ങ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങ്. ആരും അടിച്ചമർത്തണ്ട. ഒരു സ്ത്രീക്ക് പരിപാടി വെച്ച് കൊടുത്തിട്ട് അവളോ ഒതുങ്ങി വീട്ടിൽ കിടക്കും. ഇങ്ങനെയുള്ള ഷണ്ണന്മാരാണ്. അതല്ല വിവേകം, അതല്ല സ്വതന്ത്രനാകുക. പ്രതികൂല സാഹചര്യത്തിൽ പെട്ടുപോകാതെ പ്രാപ്തിയോട് നിലനിൽക്കാൻ പറ്റുന്ന ഉഷിരുള്ള മനുഷ്യരെയാണ് നമുക്ക് വേണ്ടത്. അതിന് മറ്റൊരാളെ നിയന്ത്രിക്കുകയും അടിച്ചമർത്തുകയും നേതാക്കന്മാരെ അല്ല വേണ്ടത്. നമുക്ക് ഉണർവുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ഇത് 5-6 നേതാക്കന്മാർ ലോകം മുഴുവൻ ഭരിക്കുക. ഉണർന്നു വരിക. മനസ്സിലായി? ഉണരുവിൻ. മനസ്സിലായി? സ്വതന്ത്രനാകുവിൻ. ഏത് വീട്ടിൽ ജനിച്ചാലും ഒരു പുസ്തകം പഠിച്ചിട്ടില്ലെങ്കിലും സ്വതന്ത്രനായിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കാം. കയ്യിൽ കാശ് വേണമെന്നില്ല. കാശൊക്കെ 2ാമത്തെ ഭാഗമാണ്. ആദ്യം ഉണർന്നു വരിക. ഉണരുക. അക്ഷരാഭ്യാസം വേണ്ട, കയ്യിൽ കാശും വേണ്ട. പക്ഷെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥ ഉണർത്തുക ആദ്യം. മനസ്സിലായി? സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാൻ പഠിക്കുക.
മനസ്സിലായി? അക്ഷരാഭ്യാസമല്ല വേണ്ടത്, സ്വബോധം, സ്വന്തം ശരീരത്തെ അനുഭവിക്കാനുള്ള ആർജവം കാണിക്കുക. അതിൽ നിന്നാണ് നമ്മുടെ സത്യസന്ധത. അപ്പോഴാണ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, വിശാലത അവിടെ ഉണ്ടാകുന്നത്. സ്വതന്ത്രനാകണം. ആന്തരികമായിട്ടുള്ള അനുഭവത്തിൽ സ്ഥിരത വേണം. ആന്തരിക അനുഭവത്തിൽ സ്ഥിരത വേണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞത് ശരിയാണ്, ഇവർ പറഞ്ഞത് ശരിയാണ്, തർക്കങ്ങളല്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു, എൻ്റെ അനുഭവത്തിൽ സ്ഥിരത, അവിടെ തുടർച്ച. വേറെന്താ വേണ്ടത്? വേറൊന്നും ചെയ്യാനില്ല. ഇതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന അവനവനെ ഏറ്റവും നന്നായിട്ട് നിരന്തരം അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വ്യക്തമായിട്ട് മാറും, കൃത്യമായിട്ട് മാറും. ഒരു സംശയവും വേണ്ട. പണിയെടുക്കണം, ഉഷിര് വേണം. മനസ്സിലായി? അല്ലാണ്ട് ഇവിടെ കാലിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണമെങ്കിൽ അവനൊരു വിഷ്യ സർക്കിൾ, അവനെന്നും ഭോഗത്ത്, സ്വപ്നത്തിലാണ്, സങ്കല്പത്തിലാണ്. പണിയെടുക്കാൻ പറ്റത്തില്ല, പണിയെടുക്കാൻ പറ്റത്തില്ല, ഒരു സംശയം വേണ്ട. കാരണം അവൻ്റെ തലയിലിട്ടൊന്നും രക്തോട്ടം ഉണ്ടാകത്തില്ല. തലയിട്ടൊന്നും രക്തോട്ടമുണ്ട്. രക്തോട്ടമൊക്കെ ഇവിടെ താഴത്തെ എവിടെയെങ്കിലും കാലിന് വെരിക്കോസ് വെയിനായിട്ടൊക്കെ കിടക്കണം കണ്ടിട്ടില്ലേ? കഷ്ടപ്പാടാ, കഷ്ടപ്പാടാ. 1 മണിക്കൂർ കഷ്ടിപ്പണി എടുക്കുകയല്ല. നമ്മൾ 24 മണിക്കൂറും എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഇതിലാണ് നമ്മൾ പണിയെടുക്കുന്നത്. നമ്മളിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അല്ലാണ്ട് മണ്ണ് ചുമക്കാനല്ല. നാരായണത്ത് ഭ്രാന്തൻ്റെ പണിയല്ല. നാരായണത്ത് ഭ്രാന്തൻ്റെ പണിയല്ല. കല്ല് ചുമന്ന് മലയുടെ ഉച്ചിയിലാക്കിയിട്ട് ഉരുട്ടി താഴെ കിടന്ന് ചിരിക്കുക. ഇതാണ് ഇന്ന് സമൂഹം ചെയ്യുന്നത്, അല്ലേ? ആ പണിയല്ല. നമ്മുടെ ഉള്ളിലാണ് പണിയെടുക്കുന്നത്. നമ്മളിൽ അനുഭവത്തിൽ, തെളിച്ചത്തിൽ തുടരാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നാരായണത്ത് ഭ്രാന്തൻ്റെ പണി, സമൂഹം ചെയ്യുന്ന പണിയല്ല. കല്ലുരുട്ടി മൂളിൽ കൊണ്ടുവന്ന് ഇവൻ്റെ ആരോഗ്യമുള്ള സമയത്ത് മുഴുവൻ പണിയെടുത്ത് 10-40 വയസ്സാകുമ്പോൾ ഇവൻ അവശനായി, ഡയബറ്റിക്കായി, കൊളസ്ട്രോളായി, ആ രോഗമായി, ഈ രോഗമായി, അവസാനം പെൻഷൻ പറ്റി വീട്ടിൽ കുത്തിരിക്കണം, ആർക്കും വേണ്ട. പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളുക. ഇത് നാരായണത്ത് ഭ്രാന്തൻ്റെ പണിയാണ്. മനസ്സിലായി? നമ്മളിൽ ഉഷിരോടുകൂടി പണിയെടുക്കുന്ന ഭാഗമാണ് പറയുന്നത്. അതല്ലാണ്ട് സമൂഹം ചെയ്യുന്ന കഷ്ടപ്പെട്ട്, ആർക്കോ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കിട്ടി, അതുകൊണ്ട് കള്ളും കഞ്ചാവും മേടിച്ച് കുടിച്ച്, അല്ലേ? കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല വരുമാനം എന്താണ്? മയക്കുമരുന്നാണ്, അല്ലേ? എന്താണ്? മദ്യമല്ലേ? മദ്യത്തിൻ്റെ പുറത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പിന്നെ ഇവർ വിൽക്കുന്നത് എന്തിനാണ്? കാരണം നിർത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? മതങ്ങളുള്ളത് കൊണ്ടാണ്. ഈ മതവിശ്വാസം ഭ്രാന്താണ്. മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. സ്വന്തം ശരീരത്തെ അനുഭവിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ മതവിശ്വാസത്തിൽ നിന്നാണ് മനുഷ്യൻ ഇത്രയും മാനസിക രോഗികളായത്. അതുകൊണ്ടാണ് മയക്കുമരുന്ന് വ്യാപകമായിട്ട് സമൂഹത്തിൽ ഉള്ളത്. അല്ലാണ്ട് മതം മനുഷ്യന് അനുകൂലമല്ല, പ്രതികൂലമാണ്. മതം പഠിപ്പിച്ചവനും അറിയത്തില്ല എന്തിനാണ് ഈ പഠിപ്പിക്കണമെന്ന്. അതാണ് മതത്തിൻ്റെ ഭ്രാന്ത്. എന്തിനാ പഠിപ്പിച്ചത്? സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്വസ്ഥത മതത്തിലുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എങ്ങുമില്ല. ഏത് മതത്തിലുള്ളവർക്ക് സ്വസ്ഥതയുണ്ട്? ഒരു മതം ശരിയാണെന്നും പറഞ്ഞ് മറ്റേ മതമായിട്ട് തല്ലുപിടിക്കുക. ശരിയാണെങ്കിൽ തല്ലുപിടിക്കുന്നത് എന്തിനാണ്? ശരിയാണെങ്കിൽ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയല്ലേ വേണ്ടത്. അത് ആരാണ് നിഷേധിക്കുന്നത്? ആരെങ്കിലും മതം നിഷേധിക്കുമോ? സ്വസ്ഥത തരുന്ന ഭാഗം ആരെങ്കിലും നിഷേധിക്കുമോ? ഇല്ല. സ്വസ്ഥതയാണ് കൊടുക്കുന്നത് മതമെങ്കിൽ ഇവിടെ എന്തിനാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്? എന്തുകൊണ്ട് ഇത്രയും വലിയ ആശുപത്രികളിലൂടെ ഉണ്ടായി കിടക്കുന്നത്? ഇത്ര വലിയ ആശുപത്രിയാണ്. പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും മനുഷ്യനെന്നും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ജനിക്കാനുള്ള കാര്യത്തിൽ പരീക്ഷണമൊന്നുമില്ല. ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൽ ഒന്നുമില്ല. അത് അനുഭവിച്ചാൽ പോരെ. ഇത് പരീക്ഷിക്കണം എന്താണ്? ഇത് അനുഭവിക്കാതെ തോന്നിയാസം നടത്തിയിട്ട് പരീക്ഷണം നടത്തിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത്? അതിൽ കാണുന്ന മുഴുവൻ തെറ്റ് തന്നെയാണ്. മനസ്സിലായോ? രോഗികൾ പരീക്ഷണം നടത്തിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? രോഗം വരാനുള്ള കാരണം എന്താണ്? അനുഭവിക്കാത്തത് കൊണ്ടല്ലേ. ശാശ്വതമായിട്ട് സ്വന്തം ശരീരത്തിൽ ജീവൻ്റെ സ്പന്ദനം ഉള്ളപ്പോൾ, ഉഷിരുള്ളപ്പോൾ അനുഭവിക്കുക. വേറെ എന്താ വേണ്ടത്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ല. മറ്റുള്ളവരുടെ ബലഹീനത കാരണം ഞാൻ മെച്ചപ്പെട്ടു അല്ല. എൻ്റെ ഉള്ളിലുള്ള ബലഹീനതയെ നിർവീര്യം ചെയ്ത് ഞാൻ മെച്ചപ്പെട്ടു. അവിടെയാണ് നമ്മുടെ പ്രാപ്തി. അതിൽ മറ്റുള്ളവനെ ഞാൻ തോൽപ്പിച്ചു. കോമ്പറ്റീഷനാണ് സ്കൂളിലെ കുട്ടികളെ. വിട്ടിത്തരമല്ലേ? ഒന്നാമനാകാനാണ് പഠിപ്പിക്കുന്നത്. ഇവന് ഒന്നാമനായിട്ട് ഇവന് കിടന്ന് പെടണ പാട്. ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന പിള്ളേരൊക്കെ
കിടന്ന് പെടുന്ന പാട്. കാശുണ്ടാക്കി, പക്ഷെ സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ല. കാശുണ്ടാക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. ഫ്രീഡം ഓഫ് വാട്ട്? ഫ്രീഡം ടു എക്സ്പീരിയൻസ് യുവർ ഓൺ സെൽഫ്, അല്ലേ? അല്ലാണ്ട് നാട്ടുകാരുടെ ഇടയിലല്ല ഫ്രീഡം കാണിക്കേണ്ടത്. മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുന്നിടത്തല്ല സ്വാതന്ത്ര്യൻ. നമ്മുടെ ആന്തരികമായിട്ടുള്ള അനുഭവത്തിൽ കൃത്യത കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാനുള്ള ഉഷിരാണ് സ്വാതന്ത്ര്യം. അതിൻ്റെ പുറത്ത് മറ്റുള്ളവരുടെ തലയിൽ കയറുന്നിടത്തല്ല. മനസ്സിലായോ? ഞാൻ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ഭരിക്കും, സർക്കാർ ജോലി എവിടെ ചെന്ന് കഴിഞ്ഞാലും. എന്നിട്ട് നമ്മളൊരു കാര്യം കൊടുത്താൽ ചെയ്ത് തരത്തില്ല അവർ. മനസ്സിലായോ? കാരണം ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ചെയ്യത്തുള്ളൂ. അവർ തോന്നിവാസം ഞാൻ ചെയ്യട്ടെന്നേ. അവർക്ക് സൗകര്യമുള്ളപ്പോൾ അവർ നമ്മുടെ കടലാസൊക്കെ നീക്കി തരട്ടെ നമുക്ക്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എപ്പോഴത് ചെയ്യട്ടെ. കാരണം മൂക്കി പഞ്ഞി വെക്കാൻ നടക്കുന്ന ആൾക്കാരാണ് അവർ. നമ്മൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥ അനുഭവിച്ച് തുടരുന്നിടത്ത് നമ്മളുണ്ട്, എന്നുമുണ്ട്. മനസ്സിലായി? ഇവർ 10 ദിവസം, ഒരു നിമിഷം കൊണ്ട് ചെയ്തു തരാവുന്നൊരു കടലാസ് ഇവർ 10 ദിവസം എന്നിട്ട് നടത്തിച്ചിട്ടേ തരത്തുള്ളൂ. മിക്ക സർക്കാർ ഓഫീസിലും അങ്ങനെ തന്നെ. മനസ്സിലായ? 10 നിമിഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്യത്തില്ല. മനസ്സിലായ? കാരണം എന്താ? അവരുടെ വലിപ്പം കാണിക്കണം. കാരണം അവർക്ക് അവരുടെ അനുഭവത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു സംശയം വേണ്ട. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആന്തരിക അനുഭവമായിട്ട് ചേരാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ സങ്കല്പത്തിലാണ്, പഠിപ്പിച്ച കാര്യത്തിലാണ്. അത് വിഷമിക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉള്ളവർ നമ്മളെന്തുകൊണ്ടാണ് യൂട്യൂബിലൊക്കെ വരാൻ കാരണം നമ്മുടെ അടുത്ത് മനുഷ്യരില്ലാത്തതുകൊണ്ടാട്ടാ. ഇവിടെ 4 പേരേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഈ ഭാഗത്ത് സഹകരിക്കുന്ന മനുഷ്യർ, അതിന് പറ്റുന്ന വിധത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം. ഇത് നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ടുള്ള സ്ഥലത്താണ്. കാരണം എൻ്റെ അനന്തരക്കാരുടെ ഔദാര്യം കൊണ്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവളെ എപ്പോൾ അടിച്ചു പുറത്താക്കും അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. മനസ്സിലായി? അടിച്ചു പുറത്താക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. മനസ്സിലായി? കാരണം ആ കുട്ടിയുടെ മനസ്സിൻ്റെ നന്മ കാരണമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ഞങ്ങളിവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ ആ കുട്ടി എടുത്ത തീരുമാനത്തിൽ ആ കുട്ടി ഉറച്ചിരുന്നു. ഇവിടെ താമസിക്കാനായിട്ട് ഒരിടം കിട്ടിയെടുത്തത് അവരാരും ഇടം തന്നില്ല. മനസ്സിലായ? പക്ഷേ താമസിക്കുന്ന ഒരാൾ ഇടം തന്ന ഭാഗത്തുനിന്ന് എല്ലാവരും, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും അടക്കം അവനവിടെ നിന്ന് ഇറക്കി വിട്. മനസ്സിലായ? ഇതാണ് മനുഷ്യർ, സഹോദരങ്ങൾ എന്ന് പറയുന്നവർ. സഹോദരങ്ങൾ അവരൊക്കെ മൃഗോദരങ്ങളാണ്. മനസ്സിലായ? ഒരു സഹോദരങ്ങളൊന്നുമല്ല, ഒരമ്മക്ക് പെറ്റ ആൾക്കാരാ. പക്ഷെ കയ്യിലിരിപ്പം എന്താണ്? കണ്ടാൽ അവർ പറയുന്ന പോലെ പള്ളിയിൽ പോകണം. മനസ്സിലായ? എന്ത് കാര്യത്തിന്? അത് ചെയ്തില്ലെങ്കിൽ നീ വൃത്തികെട്ടവനാണ്. അവർ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വൃത്തികെട്ട ആൾക്കാരാണ്. അനുസരിപ്പിക്കാനാണ് നോക്കുന്നത്, അല്ലാണ്ട് അനുഭവിക്കാനല്ല. അനുഭവിക്കാൻ പറ്റുന്നില്ല അവർക്കൊന്നും. സ്വന്തം ശരീരത്തിലെ ജീവനെ അനുഭവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. പണിയെടുത്ത് ജീവിച്ചൂടെ? അപ്പോൾ ആരും ഇറക്കി വിടില്ലല്ലോ. സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെന്റ് കൊടുത്താൽ. മോനെ, പണിയെടുത്ത് തന്നെയാണ് ജീവിച്ചത്. ഈ സമൂഹത്തിൻ്റെ ഭാര്യയും മക്കളും ഞാൻ ലക്ഷങ്ങൾ മാസം ഉണ്ടാക്കി. സമൂഹത്തിൻ്റെ വ്യവസ്ഥ, സ്വന്തമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ സ്വാധീനത്തിൽ കുറേ ഷണ്ണന്മാർ കയറി വന്ന്. മനസ്സിലായ? കുറേ ഷണ്ണന്മാർ കയറി വന്നു. ഞാൻ പാരമ്പര്യമായിട്ട് ജനിച്ചു വളർന്ന വീട്ടിൽ അവരെ ഞാൻ എതിർക്കാൻ പോയില്ല. ഇറങ്ങിപ്പോന്ന്, കൈകൂപ്പി ഇറങ്ങിപ്പോന്ന്. കാരണം എന്താണ്? ഭാര്യയുടെ മക്കളോടുള്ള എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അവർ എതിർക്കാനല്ല നോക്കിയത്, ഇറങ്ങിപ്പോന്ന്. സ്വന്തമായിട്ട് പണിയെടുത്ത് ബിസിനസ് ചെയ്തിരിക്കുന്നവനാണ്. അർത്തിങ്കലുണ്ട്, നീ അന്വേഷിച്ചാൽ മതി. മനസ്സിലായ? അർത്തിങ്കലുണ്ട്. ഞാൻ കിടന്നിരുന്ന കിടപ്പുമുറിയിൽ, മനസ്സിലായി, അവളുടെ ആങ്ങളമാരെ കൊണ്ടുവന്ന് കയ്യും കാലും കെട്ടി ആശുപത്രി കൊണ്ടുപോകാൻ നോക്കി. അതും നടക്കാന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് മാനസികരോഗിയെ ആശുപത്രി കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും പറഞ്ഞ് ഭാര്യയും സഹോദരങ്ങളും മൃഗോദരങ്ങളും എല്ലാം അടക്കം. മനസ്സിലായ? എൻ്റെ മൂത്ത മകനെ കൂടി സ്വാധീനിച്ച് അവനെയും കൊണ്ടുപോയി പാവം ചെയ്യിപ്പിച്ച്. മനസ്സിലായ? സത്യസന്ധമായിട്ട് അവരോടുള്ള താല്പര്യം കാരണം കയ്യും കുപ്പി ഇറങ്ങാനുള്ള അവസരം കിട്ടിയപ്പോൾ ഇറങ്ങി. അതിൻ്റെ പണിയെടുക്കാഞ്ഞിട്ടൊന്നുമല്ല മക്കളെ, നല്ല രീതിയിൽ പണിയെടുത്ത സ്വത്തോടെ കിടപ്പുണ്ട്. വേണ്ട. മനസ്സിലായ? കാരണം നമ്മൾ അംഗീകരിക്കാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കത്തില്ല. നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കത്തില്ല. സ്വത്ത് മോഹിച്ചിട്ടല്ല, കാശ് മോഹിച്ചിട്ടല്ല, ജീവനെ അനുഭവിക്കുന്നത് കൊണ്ട്. നീ അന്വേഷിച്ചാൽ മതി. അർത്തിങ്കൽ
മനസ്സിലായോ? അർത്തിങ്കിലെ കേബിൾ ടി വി നടത്തിയെ കൊണ്ടിരുന്ന ആളാണ് ഞാൻ. മനസ്സിലായി? ഇപ്പോഴും ഉണ്ട് അവിടെ കേബിൾ ടി വി, എൻ്റെ മക്കൾ നടത്തുന്നുണ്ട് അവിടെ. മനസ്സിലായോ? അല്ലാണ്ട് വെറുതെ ലാപ്പ പറയല്ല മോനെ ദിനേശ. അപ്പോൾ നിങ്ങളൊരു ഷണ്ണനായോ? കൈകൂപ്പി എല്ലാം വിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പൊ തലയിൽ ഒരു തിരിവെച്ചിരിക്കുന്നു. അതെ, ഇത് നിനക്ക് ഷണ്ണത്രമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ നീ പണിയെടുക്കാത്ത വെറും മഠേന. മനസ്സിലായി? കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ, അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് വേണ്ടത് ഇങ്ങനെയാണ്. മനസ്സിലായി? ആയിക്കോട്ടെ, നമ്മൾ കൈയും കുപ്പി ഇറങ്ങാൻ കാരണം എന്താണ്? നമ്മളുടെ നിധി ആ വീടും സ്വത്തും ഒന്നും അല്ല. നമ്മളുടെ നിധി നമ്മളിലുള്ള അനുഭവമാണ്, ജീവന്റെ തുടിപ്പാണ്. മനസ്സിലായി? ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പോകത്തില്ല. ഇല്ല, പോകത്തില്ല. ആരെയും ഉപദ്രവിക്കാൻ പോകത്തില്ല. അത് നമ്മളുടെ നടപ്പ്, നമ്മുടെ കയ്യിലിരിപ്പ് അങ്ങനത്തെ അല്ല. ആരെയും എതിർക്കുന്നിടത്തല്ല. അവർക്ക് സ്വബോധം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അവർ വരും, ഒരു സംശയം. ഇല്ലെങ്കിൽ ചത്തുപോകും, അത്രയേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. ഇവിടെ മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്താണ്? അങ്ങേറ്റം പോയാൽ ചത്തുപോകും, അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. ചത്ത് തീർന്ന്. അതിൻ്റെ സ്വർഗം എന്നൊക്കെ പറയുന്നത് ഈ പള്ളിയിലെ അച്ഛന്മാരുടെ തട്ടിപ്പാണ്. അല്ല, അതിനകത്ത് വേറെ ഒരു കഥയും ഇല്ല. മനസ്സിലായി? ഈ പള്ളിയിലെ അച്ഛന്മാർ കാണിക്കുന്നത് എന്താണ്? അഭയ കേസ് തന്നെ നോക്കിയാൽ പോരെ. നമുക്ക് അതിനപ്പുറത്ത് ഫ്രാങ്കോയെ കൊണ്ടല്ല. ടീമുകളുണ്ട്, ഒരുപാട് ടീമുകളുണ്ട്. ഏത് മതത്തിൽ നോക്കിയാലും കാര്യങ്ങളൊന്നൊക്കെ തന്നെയാണ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ആ കാര്യത്തിൽ അവർ നമ്പർ 1 സ്പിരിറ്റിലാണ്. മനസ്സിലായോ? അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അത് പറയേണ്ട കൂടുതൽ. എന്നിട്ട് എന്തുകൊണ്ട് ഫാമിലി അടിച്ച് പുറത്താക്കി? നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ. അല്ല, ഞാൻ നല്ല മനുഷ്യനായതുകൊണ്ട് എൻ്റെ നല്ലത് ഞാനല്ലേ അറിയത്തുള്ളൂ. അവർ നല്ലതായി. അവർ ഡയബറ്റിക്കും ആ രോഗവും ഈ രോഗവും 100 രോഗങ്ങളുള്ള ആൾക്കാരാണ്. മനസ്സിലായി? ആശുപത്രിപ്പടിയിൽ നിന്ന് മാറാൻ പറ്റാത്ത ആൾക്കാരാണ്. നമ്മൾ ആ ഭാഗത്തൊന്നുമല്ല മക്കളെ. നമ്മൾ ആ ഭാഗത്ത് ചെല്ലത്തില്ല. തല്ലാൻ പോകുന്നവരുടെ നമ്മൾ ഓടിക്കളയത്തുള്ളൂ. കാരണം വിവരക്കേടുള്ളവനല്ലേ തല്ലാൻ വരത്തുള്ളൂ. ഒരു മനുഷ്യരോട് എന്തിന് വാശിയും വൈരാഗ്യവും വെക്കണം? അപ്പം തന്നെ നമുക്കറിയാമല്ല, അവിടെ ബോധമില്ലാത്തവരാണ്. അവരോട് പോത്തിനോട് വേദോതാൻ ചെല്ലുക? ഇല്ല, ചെല്ലത്തില്ല. സാമാന്യ ബോധമല്ലേ മക്കളെ? നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാണല്ലേ? പോത്തിനോട് വേദോതാൻ ചെല്ലത്തില്ലാരും. മൃഗത്തോട് നമുക്ക് സഹകരിക്കാം. പക്ഷെ മനുഷ്യൻ മൃഗമായാൽ അത് മൃഗത്തേക്കാൾ കഷ്ടമാണ്. മനസ്സിലായി? കാരണം അതിന് വ്യവസ്ഥയൊന്നുമില്ല. മൃഗം ഒരു സംഭവത്തെ കൊല്ലുന്നത് തിന്നാനാണ്. മനുഷ്യൻ കൊല്ലുന്നത് എന്തിനാണ്? തിന്നാനല്ല. മനുഷ്യൻ കൊല്ലുന്ന അവൻ്റെ ആന്തരിക വൃത്തികേട് കാരണം. സഹകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വാചകമടിക്കാറില്ല. ജീവിതമാണ് ഞങ്ങളുടെ ബലം. 25 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം പരസ്പരം ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് ഡിവോഴ്സ് ആവുകയും കുറേ വീട്ടിൽ സൗഹൃദത്തോടെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ആനത്തോടെ. ആ, കൊള്ളാം. നിങ്ങൾ ചെയ്യണ കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ കൊള്ളാം, നല്ല കാര്യം. നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തലയിടാൻ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഭാഗത്ത് നമ്മളെന്തിനാ തിരക്കണത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം വളരെ വ്യക്തമായിട്ട് രോഗമില്ലാതെ ആദ്യത്തെ ഭാഗം എന്താണ്? രോഗമില്ലാതെ, ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ സ്വാധീനമില്ലാതെ ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതിനകത്ത് സൗകര്യം കാണുന്നവരെടുത്താൽ മതി, ഇല്ലാത്തവർ തള്ളിക്കള മക്കളെ. എന്നുവെച്ചാൽ ഒരു നിർബന്ധവുമില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും എടുക്കണമെന്ന്. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഞാൻ എന്നെ അനുഭവിക്കുന്നു. ഈ നന്നായിട്ട് ജീവനെ അനുഭവിക്കാൻ പറ്റും എന്ന് അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സഹകരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് അടിച്ചേൽപ്പിക്കലൊന്നുമല്ല, ഇത് പട്ടാള ഭരണമൊന്നുമല്ല. മനസ്സിലായ? സൗകര്യമുള്ളവർ കേട്ടാൽ മതി, ഇല്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എന്നെ സംബന്ധിച്ചോളം ഞാൻ നല്ല രീതിയിൽ അനുഭവിക്കുന്നു. മതവിശ്വാസങ്ങളുടെ ഒന്നിൻ്റെയും സ്വാധീനമില്ല. നന്നായിട്ട് ആന്തരികമായിട്ടുള്ള വ്യവസ്ഥ രോഗമില്ലാതെ അനുഭവിക്കാൻ പറ്റും എന്നുള്ള ഭാഗത്ത് വൈശാഖൻ തമ്പിയോട് കൺസൾട്ട് ചെയ്തിട്ടല്ല കേട്ടോ. ഒരു വൈശാഖൻ തമ്പിയോടും കൺസൾട്ട് ചെയ്തിട്ടല്ല. ഒരു ഗുരുക്കന്മാരും ഇല്ല, പള്ളിയിൽ അച്ഛന്മാരും ഇല്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. തൻ്റെ ഇടമുള്ളവർക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹകരിക്കാം, അത്രയേ ഉള്ളൂ. അതുവരെ എന്തോ വൈശാഖൻ തമ്പി എന്തോ പറഞ്ഞെന്ന്, വൈശാഖൻ തമ്പി പറഞ്ഞത് കേൾക്കാനായിട്ട് ഇവിടെ വേറൊരു അണ്ണൻ നമ്മൾ യൂട്യൂബ് ലൈവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റാണ് വൈശാഖൻ തമ്പിയുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട്. വൈശാഖൻ തമ്പി പറഞ്ഞ നമ്മൾ വൈശാഖൻ തമ്പി പറഞ്ഞ് കേൾക്കാൻ നമ്മൾ പോകുന്നില്ല. നമ്മൾ പറയേണ്ടത് വൈശാഖൻ തമ്പി കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോട്ടെ. അതിൻ്റെ വൈശാഖൻ തമ്പി പറഞ്ഞ് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം സയൻസിൻ്റെ ഏതോ ലാബിൽ വെച്ചുണ്ടായിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ച് ഉദാഹരിച്ചിട്ടാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അല്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം, ജീവൻ അനുഭവിക്കുന്നിടത്തോളം കാലം മതി. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചത്തുപോട്ടെന്നേ. എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ
ഞാൻ ചത്തുപോകുന്നതല്ലേ ഡീസൻറ്റ്? മറ്റൊരാൾ പിടിച്ച് എഴുന്നേപ്പിച്ച് അയാളുടെ ബലത്തിൽ ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അയാൾക്കും ക്ഷീണമല്ലേ? അയാളുടെ ബലം ഉപയോഗിച്ച് ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയെന്ന് പറയുമ്പോൾ അയാളുടെ ബലം അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് വേണ്ട, മനസ്സിലായി? ആ പരിപാടി വേണ്ട. മനസ്സിലായി? ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം, അത് നിരന്തരം അനുഭവിക്കുന്നിടത്ത്, ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗത്ത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു കാര്യമില്ല. അല്ലേ? അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. നമുക്ക് സംശയമില്ല. നിങ്ങളാരും യെസ് പറഞ്ഞു ഭൂരിപക്ഷമൊന്നും ഇവിടെ നോക്കുന്നില്ല. ഒരു ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരം ആവശ്യമില്ല. കാരണം ഞാൻ എന്നിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടാണ് എൻ്റെ ഹൃദയം കിടന്നടിക്കുന്നത്? അല്ല. ഹൃദയത്തിൻ്റെ മിടിപ്പുള്ളിടത്തോളം കാലം ആഹാ, ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ആഹാ, ഇല്ലേ, ഓഹോ, തീരട്ടെന്നേ, ചത്തുപോട്ടെന്നേ. എത്രയോ ജീവജാലങ്ങൾ, ഈ മനുഷ്യർ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ചത്തുപോകുന്നു, ജനിച്ച് ചത്തുപോകുന്നു. അവർ ഞാൻ ചത്തു. പക്ഷെ ഉള്ളിടത്തോളം കാലം ആത്മാർത്ഥമായിട്ട് അനുഭവിച്ചിട്ടേ ചാകത്തുള്ളൂ മക്കളെ. ഒരു സംശയമില്ല. ഒരു കാരണവശാലും തേരാപ്പാര നടക്കുന്ന ഗുരുക്കന്മാരെയും പുസ്തകത്തിൻ്റെ ഭാഗം എടുത്തു വെച്ച് തലയിൽ ചുമന്നുകൊണ്ട് നടന്ന് കഷ്ടപ്പെടാൻ ഞാനില്ല. ഒരു സംശയമില്ല. മനസ്സിലായി? നിങ്ങൾ ഏത് ജയിലിൽ കൊണ്ടുപോയിട്ടാലും അവിടെ ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. മനസ്സിലായി? ഇവിടുത്തെ നിയമമല്ല, മനസ്സിലായി? രാജ്യത്തിൻ്റെ നിയമമല്ല. ഞാൻ അനുഭവിക്കുന്നത് ജീവൻ്റെ നിയമമാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്, അതിന് നമ്മൾ എതിർക്കുന്നില്ല. അതവിടെ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാക്കുന്നവർ നടപ്പിലാക്കിക്കോട്ടെ. നമുക്ക് രാജ്യത്തിൻ്റെ നിയമത്തിലൂടെയൊന്നും നമുക്ക് വെല്ലുവിളിക്കാതെ എതിർപ്പിൻ്റെ ഒന്നും കാര്യം വരുന്നില്ല. നിങ്ങൾ തുണിയെടുത്ത് നടക്കാൻ പറയും, നമ്മൾ തുണിയെടുത്ത് നടക്കുന്നു, നമുക്ക് വിഷയമില്ല. മനസ്സിലായി? നിങ്ങൾ എങ്ങനെ നടക്കാൻ പറയുന്നു? 2 കാല് വെച്ച് നടക്കണം, ഇനി 4 കാല് വെച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനും തയ്യാറാണ്. മനസ്സിലായോ? നമുക്ക് അതിനകത്തൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങൾക്കാർക്കും ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ നിയമവും പുസ്തകത്തിൻ്റെ എന്തോ ഈ പാലസ്തീനിലൊക്കെ ഒരുപാട് മനുഷ്യര് ഭക്ഷണത്തിന് വേണ്ടി ഇപ്പൊ അലയാണ്. അപ്പൊ അത് ഇതിനെ കുറിച്ചിട്ട് വല്ല ആലിൻ്റെ ഭക്ഷണം ലാലുകൊണ്ടേ കൊടുക്ക്. എനിക്ക് സൗകര്യമില്ല. പാലസ്തീൻ പട്ടിണിയാണ് കിടക്കുന്നത്. തുരക്കാനുള്ള എൻ്റെ കയ്യിൽ കിട്ടുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നു, സമർത്ഥമായിട്ട് ഞാൻ ഇരിക്കുന്നു. അതുകൊണ്ട് പാലസ്തീനിൽ കിടക്കുന്ന ആൾക്കാർ പട്ടിണിയാണ്, ഉഗാണ്ടയിൽ കിടക്കുന്നവർ ദാരിദ്ര്യത്തിലാണ്, യുദ്ധത്തിലാണ്. എനിക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അയലന്തരത്തുകാരനെ നോണ്ടാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രേ എനിക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് അതിനപ്പുറത്ത് നടക്കുന്ന അല്ല, അതെനിക്കറിയത്തില്ല. ഞാനതൊന്നും നോക്കുന്നില്ല. ഞാൻ ജീവിക്കുന്ന ഭാഗം സമൂഹം ഉണ്ടാക്കിയതല്ല. ഞാൻ ഉണ്ടാകാനുള്ള കാരണം ഞാൻ എന്നെ അനുഭവിക്കുന്നിടത്താണ്. അത് വൃത്തിയായിട്ട് അനുഭവിച്ച് തുടരുന്നിടത്താണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് ഇത് ആരുണ്ടാക്കിയതാണ് എന്ന് ഞാൻ അന്വേഷിക്കില്ല. ഇത് ഈശ്വരനുണ്ടാക്കിയതാണ്. എന്തിനാ അന്വേഷിക്കണം? ഈശ്വരനെ അന്വേഷിക്കേണ്ടി വരുന്നില്ല. കാരണം ഞാൻ അനുഭവിക്കുന്നിടത്ത് വൃത്തിയായിട്ടാണ്, അവിടെ ഭംഗിയായിട്ടാണ്. അതുകൊണ്ട് ഈശ്വരനെ ഇത് ഉണ്ടാക്കിയ ആളെ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നെ സമ്പത്ത് തന്നെയാണല്ലേ, ഞാൻ തന്നെയാണ് എൻ്റെ സമ്പത്ത്. എന്താ സംശയം? എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതെ, എന്താ സംശയം? ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്. ഞാൻ തന്നെയാണ് സമ്പന്നൻ. എൻ്റെ മാഷെ, ഞാൻ നിരന്തരം അധ്വാനിച്ചിട്ട് തന്നെയാണ്. ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് സങ്കല്പം ആവശ്യമില്ല. ഞാൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരം തെളിച്ചമാണ്, അതിൻ്റെ തുടർച്ചയാണ്. അത്രയേ ഉള്ളൂ. നാച്ചുറലായിട്ടുള്ള ഒരു വിവേകമാണ്. മനസ്സിലായി? എൻ്റെ വിവേകം കാലത്തിൻ്റെ അല്ല, വിവേകം എൻ്റെയാണ് വിവേകം. കാലം വിവേകം എടുക്കത്തില്ല, ഞാനാണ് വിവേകത്തിൻ്റെ ഭാഗം എടുക്കുന്നത്. എന്നിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്തുന്നത് ഞാനാണ്, അത് കാലമല്ല. ഇത് എൻ്റെ വിവേകമാണ്. എൻ്റെ വിവേകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അതിൻ്റെ തുടർച്ചയിലാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്നിൽ നിലനിൽക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയാണ്. അല്ലാണ്ട് മറ്റൊന്നും എടുക്കുന്നില്ല. മനസ്സിലായ? യാതൊരു സംശയം വേണ്ട. വേറെ യാതൊന്നിനും സ്ഥാനം കൊടുക്കുന്നില്ല. എന്നിലെന്താണ് പ്രവർത്തിക്കുന്നത്, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ തുടർച്ചയാണ്. ഞാൻ എന്നെ അമ്മ പാല് കൊടുത്ത, അച്ഛൻ ഭക്ഷണം കൊണ്ടുവന്ന് തന്ന, ഇതൊക്കെ യാന്ത്രികമായിട്ട് എന്ത് കാണിക്കാനാണ്? എനിക്കിപ്പോൾ പറ്റുന്ന കാര്യത്തിൽ ഞാൻ വൃത്തിയായിട്ട് തുടരുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് കഥകളൊന്നും എന്നെ സ്വാധീനിക്കുന്നില്ല. അതിനൊരു കഥയിൽ നിന്നുണ്ടായതല്ല, കഥപുസ്തകത്തിൽ നിന്നുണ്ടായതായിരുന്നെങ്കിൽ നമുക്ക് കഥ പറയാമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ ലോകത്ത് കൊടുക്കാനുള്ളത്? തൂറൽ പിടിച്ച ഒരു വായല്ലാതെ. അതെ, കണ്ട
പിന്നെ ഈ തൂറിൽ പിടിച്ച വായിൽ നിന്ന് സന്ദേശം കേൾക്കാതിരിക്കണ മൈര നിനക്കെ കൊണ്ട് എന്തിനു കൊള്ളാവിടെ പൂർവ്വ മകനെ, മനസ്സിലായ? തൂറിൽ പിടിച്ച വായിൽ നിന്ന് സന്ദേശം കുറെ നേരമായില്ല നിനക്ക്, ഇത്രയും നേരമായിട്ട് തൂറിൽ പിടിച്ച വായിൽ നിന്ന് സന്ദേശം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? നീ തന്നെ നമ്പർ 1 തൂറലുകാരനല്ലേ, നീ മൊത്തത്തിൽ തൂറല. നമ്മുടെ നിനക്ക് നിന്റെ വിവരക്കേട് നിനക്ക് പോലും മനസ്സിലാവുന്നില്ല. നീ ഇത്രയും നേരം വന്നിരുന്നുണ്ട് ഇവിടെ ഇരുന്നോണ്ട് ഇത് കൊണച്ചോണ്ടിരുന്നത് എന്തിനാണ്? നിനക്ക് വേറെ വല്ല പണിയെടുത്തുകൂടെ മോനെ, മനസ്സിലായ? മരണവും എന്നെ ഞാൻ ദേഷ്യം പിടിച്ച ലാലിന് ഞാൻ ദേഷ്യം പിടിച്ചായിട്ട് ലാലിന് തോന്നുന്നുണ്ടെങ്കിൽ അത് ലാലിന്റെ എന്തോ അത് തോന്നിക്കോട്ടെ, അതവന്റെ കയ്യിലിരുന്ന് പൂത്തു പോകത്തേ ഉള്ളൂ. ദേഷ്യം പിടിക്കണമെങ്കിൽ ദേഷ്യം പിടിക്കില്ല അല്ലേ? ലാലിനെ വെട്ടി എറിഞ്ഞ് പീസ് തുണ്ടോ ആക്കണമെങ്കിൽ ചെയ്യേണ്ട സന്ദർഭം വരികയാണെങ്കിൽ വെച്ചേക്കുക. നമ്മൾ ആരെങ്കിലും ചെയ്യാതിരിക്കുക. നമ്മളുടെ അവസ്ഥയ്ക്ക് വെല്ലുവിളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ, നമുക്കൊരു നിവൃത്തിയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടും. ആദ്യം ഞാൻ ചെയ്യണത് ഓട്ടോ, നെരുപ്പാച്ചിൽ. ആദ്യം ചെയ്യണ ഓട്ടോ, ആരെ ഉപദ്രവിക്കരുതും. പക്ഷെ അളമുട്ടിയാൽ അരണയും കടിക്കും തിരിച്ച്, മനസ്സിലായ? ഒരു സംശയം വേണ്ട. നോക്കും, തിരിച്ച് മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതയും നോക്കും. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നു കഴിഞ്ഞാൽ തിരിച്ച് കടിക്കും, ഒരു സംശയം വേണ്ട. ആ ഭാഗം ഉണ്ടാക്കാതിരിക്കാൻ, തിരിച്ച് ഒരാളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകരുത്. കാരണം നമ്മളെ മറ്റൊരാളെ ഓടിച്ചിടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല. കാരണം അന്യൻ്റെ കാര്യത്തിൽ നമ്മൾ തലയിടുന്നില്ല, മനസ്സിലായി? നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റൊരാളെ ഓടിച്ചിടാനുള്ള സാഹചര്യമില്ല. പക്ഷെ എന്നാലും നമ്മുടെ കാര്യം പറയുമ്പോഴും വിവരം കെട്ടവൻ നമ്മുടെ തലയിൽ കയറാൻ വരും. നമ്മുടെ കാര്യമാണ് പറയുന്നതെന്ന് പോലും അവന് അറിയാൻ പാടില്ല, മനസ്സിലായി? സ്വന്തം കാര്യമാണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിവരം കെട്ട വിവരദോഷികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ സമൂഹം. കാരണം അവൻ മറ്റുള്ളവരെ പറ്റിയാ പറഞ്ഞു. കാരണം അവന് അവൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഗുരുക്കന്മാർ പറഞ്ഞിട്ടാണല്ലോ ഇവൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത്, പുസ്തകം വായിച്ചിട്ടാണല്ലോ. കാരണം മറ്റുള്ളവരെ നോക്കിയിട്ടേ ഇവന് കാര്യങ്ങൾ അറിയത്തുള്ളൂ, മനസ്സിലായ? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ ഇവന് അറിയത്തുള്ളൂ. അത് തന്നെത്താൻ അനുഭവിക്കുന്ന ഭാഗത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വിവരദോഷികളാണ്. സയൻസ് വേണ്ട, പക്ഷെ ലോഗിൻ ഫാനും ഒക്കെ ഉപയോഗിക്കുമല്ലേ? സയൻസ് വേണ്ടെന്ന് ആര് പറഞ്ഞു? സയൻസ് പ്രാദേശികമായിട്ടല്ലേ എൻ്റെ, പക്ഷേ എൻ്റെ ഹൃദയം സയൻസ് ഉണ്ടാക്കിയതല്ലെന്നാണ് പറഞ്ഞത്. ശ്രദ്ധയോടുകൂടി കേൾക്ക്. നിങ്ങൾക്ക് വിവരക്കേട് ഇപ്പോഴും നിങ്ങൾക്ക് ബോധമില്ലേ? സയൻസ് എന്താ ചെയ്യുന്നത്? സയൻസ് ഭൗതിക തലത്തിലല്ലേ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഞാൻ ജനിച്ചു വന്നപ്പോഴത്തേക്കും റോഡും ബംഗ്ലാവും കാറും ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവിടെ മനുഷ്യരുണ്ടാക്കിയതാണ്. പക്ഷെ എന്നെ അവരുണ്ടാക്കിയതല്ലെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ? എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, മൈക്രോവേവ് ഉണ്ട്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഫോണും ഇലക്ട്രിസിറ്റിയും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവിടെ മനുഷ്യരങ്ങനെ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. അതിനെന്താ കുഴപ്പമെന്താണ്? അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിന് വ്യത്യാസം ഉണ്ടാവുക ഇല്ല. ഞാൻ എന്നെ അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാവുമോ? ഇല്ല. അല്ലേ? എയ്റോപ്ലെയിനിൽ കയറി പോയിട്ടില്ലേ? അവിടെ ജീവിക്കുന്നില്ലേ? വിമാനത്തിൽ കയറി നമ്മൾ അമേരിക്കയിലും ആഫ്രിക്കയിലും ലണ്ടനിലൊക്കെ നമ്മൾ പോയിട്ടില്ലേ? അതുകൊണ്ട് ജീവൻ്റെ സ്പന്ദനത്തിന് മാറ്റം വരുമോ? ഇല്ല. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തൊരു മനുഷ്യരാണ് നിങ്ങൾ! സമൂഹം എന്താണ്? ശാസ്ത്രം എന്താണ്? നമ്മുടെ ജീവൻ എന്താണ്? ജീവൻ ശാസ്ത്രത്തിൻ്റെ ലാബിൽ ഉണ്ടാക്കിയതല്ല മക്കളെ, അത് മനസ്സിലാക്ക്. അവർ പറഞ്ഞു തന്നിട്ടല്ല നമ്മുടെ ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടാണ് ജീവൻ നടക്കുന്നതെന്ന് തന്നെത്താൻ ചിന്തിക്കുന്ന ഊച്ചാളികൾ, അവർക്ക് കഷ്ടകാലമേ ഉള്ളൂ, ഒരു സംശയം വേണ്ട. ഉഷിരോടുകൂടി എഴുന്നേക്ക് മക്കളെ. എന്നിട്ട് ഈ പൊട്ടത്തരമൊക്കെ നിർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് ജീവനെ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് അധികാരമുള്ളത് അവിടെയാണ്, അത് മറ്റുള്ളവരുടെ തലയിൽ കയറാനല്ല. സ്വന്തം ജീവൻ ഉള്ളപ്പോൾ അനുഭവിക്കാൻ തുടങ്ങും. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അവിടെ കണ്ടവൻ്റെ തലയിൽ കയറി നിരങ്ങിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത്? കയ്യിലുള്ള ജീവനെ കളയാതെ സമയമുള്ളപ്പോൾ, ഇപ്പോൾ സ്വരം നല്ലപ്പോൾ പാട്ട് നിർത്തിയിട്ട് ആവേശം നിർത്തിയിട്ട് ആവശ്യത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങും. ആത്മാർത്ഥത കൊണ്ടുവരിക, മനസ്സിലായി? സത്യസന്ധത അനുഭവത്തിൽ കൊണ്ടുവരില്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ട. അനുഭവത്തിൽ സത്യസന്ധത കൊണ്ടുവരിക, സ്ഥിരത കൊണ്ടുവരിക, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. അല്ലാണ്ട് വെറുതെ ലാപ്പാ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. സമയമുള്ളപ്പോൾ
പണിയെടുക്കുക. ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയിൽ സ്വതന്ത്രനാകാൻ എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്? നമ്മളുടെ ഉള്ളിലുള്ള അനുഭവത്തിലാണ്. എൻ്റെ ഉള്ളിൽ നടക്കുന്ന മാറ്റത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനെങ്ങനെ ജീവിക്കുന്നത്? ഇതിന് സയൻസ് എന്ത് ചെയ്യാനാണ്? സയൻസിനൊരു തേങ്ങാക്കൊലയും ചെയ്യാൻ പറ്റത്തില്ല. ആ വിവരമെങ്കിലും നിങ്ങൾ എടുക്ക്. മനസ്സിലായോ? സയൻസ് ആൻഡ് ടെക്നോളജി ഉള്ള കൊണ്ടാണ് യൂട്യൂബിൽ വന്നിരുന്ന് കൊണ പറയാൻ എണീച്ചു പോടുന്നത്. എന്താ സംശയം? യൂട്യൂബിലെ ഇന്ന് മനുഷ്യരുള്ളു. മനസ്സിലായ? ഇന്ന് ഫാൻസി സ്റ്റോറിലേ ഉള്ള ആൾക്കാർ, മനുഷ്യരില്ലെങ്കും. മനസ്സിലായേ? വാട്ടർ വെരി ബട്ട് നോട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ പോലെ നിറച്ച് മനുഷ്യരുണ്ട്. പക്ഷേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാൻ കിട്ടത്തുള്ളൂ. പരസ്പരം സഹകരിക്കാൻ പറ്റത്തില്ലെങ്കും. എന്താ സംശയം? അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ക്ലബ് ഹൗസിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള മനുഷ്യരുണ്ടെങ്കിൽ വരത്തില്ല. ഒരു സംശയം വേണ്ട. മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ മനുഷ്യർ കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ല, വരത്തില്ല സുഹൃത്തെ. ഒരു സംശയം വേണ്ട. കാരണം കംപ്ലീറ്റ് ടെക്നോളജിയുടെ നിയന്ത്രണത്തിലാണ് മനുഷ്യർ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് അധികം ആയുസൊന്നുമില്ല. പുതിയ റോബോട്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായ? കാരണം ടെക്നോളജി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? റോബോട്ട്സിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ മടിയനാണ്. അതുകൊണ്ട് റോബോട്ട്സിനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഡ്രൈവർമാർ വേണ്ട, ഇല്ല, വണ്ടി തന്നെത്താൻ ഓടും. പലവരും തൊഴിലൊക്കെ പോവുകയാണ്. മനസ്സിലായി? വിദൂരത്തിലല്ല. ഇങ്ങനെ ഇരുന്നിട്ട് സയൻസിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ജീവിതം കട്ടപ്പുകയാകാൻ പോവുകയാണ്. സ്വന്തമായിട്ട് അനുഭവിക്കുന്ന അവസ്ഥ ഉഷിരോടുകൂടി എടുത്തില്ലെങ്കിൽ സോ റോബോട്ട്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ്. മനസ്സിലായി? വണ്ടി തന്നെത്താൻ സെൽഫ് ഡ്രിവൺ വണ്ടികളാണ്. അതുകൊണ്ട് ഡ്രൈവർമാരുടെ പണി തീർന്നു, പല ആൾക്കാരുടെയും പണി തീർന്നു. ഫാക്ടറീസ്, ടെക്നോളജീസ്, ലേബറേഴ്സ് വേണ്ട. എന്താ കാരണം? മനുഷ്യർ സ്വതന്ത്രനാകാൻ തയ്യാറല്ല. അതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അവർക്ക് തോന്നിയ പോലെ അവർ ഉപകരണങ്ങൾ ഉണ്ടാക്കി അവരുടെ സ്ഥാപനങ്ങൾ നിലനിർത്താൻ. അവരുടെ സ്വാർത്ഥത, അതിൻ്റെ അവസാനം എന്ത് കണ്ടെത്തും എന്നുള്ള ഭാഗം അത് വേറെ കേസ്. അതവിടെ ഇരിക്കട്ടെ. ജീവിക്കുന്ന മനുഷ്യന് അവനവനെ പറ്റി പുസ്തകം വായിച്ചിട്ട് സയൻസും ടെക്നോളജിയും പറഞ്ഞാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യനാണിത്? സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അത് സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നിക്കൽ നോ ഹൗ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം സയൻസ് അല്ല നിയന്ത്രിക്കുന്നത് മക്കളെ. അതുപോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏത് പള്ളിക്കൂടത്തിലാടാ മക്കളെ നീയൊക്കെ പഠിച്ചത്? പഠിച്ചിട്ട് എന്ത് പ്രയോജനം? തൂത്തുകളയാൻ കുറച്ച് സമയമെടുക്കും. പഠിച്ച് തൂത്തുകളയാൻ കുറച്ച് അധികം നാളെടുക്കും. It's pointless. You are living. No points. You should not be governed by any points. You should sense, feel yourself. The most richest intelligence is working within you. I am pointless, of course. I am not serving any points to you because I don't have to. Each and everyone is full of meaningfulness. Definitely. നമ്മളൊരിക്കലും ഒരു ആശയം പ്രചരിപ്പിക്കുന്നില്ല. ആശയത്തിൻ്റെ ആവശ്യമില്ല. യേശു ക്രിസ്തു, ബുദ്ധൻ, ഇവരൊക്കെ കുറേ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ആശയത്തെ മുട്ടിയിട്ട് നടക്കാൻ മേല. അനുഭവമാണ് മക്കളെ ജീവിതം. മനസ്സിലായി? ഐ ആം പോയിന്റ്ലെസ്. ഡെഫിനറ്റ്ലി. മനസ്സിലായി? ഞാൻ ഒന്നിനെയും സൂചിപ്പിക്കുന്നില്ല. ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് 1000 വട്ടം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുണ്ടെന്നുള്ള ഭാഗം ഓർക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ മറന്നുപോയി. മനസ്സിലായി? അതാണ് കഷ്ടകാലം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തം. വേറെ ഒന്നുമല്ല. മനസ്സിലായി? ഒരു മനുഷ്യനായിട്ട് സഹകരിക്കാൻ സാധിക്കുന്നത് ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ്. കാരണം ആർക്കും സമയമില്ല. രോഗത്തിന് വേണ്ടിയിട്ട് പാഞ്ഞു പിടിക്കുകയാണ് ആൾക്കാർ. തട്ടിപ്പറിക്കാൻ, അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി കിടന്ന് പാടുപിടിക്കും. 10 കാശ് കൂടുതലുണ്ടാക്കണം, 10 രോഗവും കൂടുതലുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് പാടുപെടുന്ന മല്ലിടുന്ന ആൾക്കാരാണ്. അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല. മനസ്സിലായി? സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. സ്വസ്ഥതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട, തർക്കിക്കേണ്ട, അടിവെക്കേണ്ട, വഴക്കിടണ്ട. സമാധാനത്തിലിരുന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നില്ല. അതെ, വളരെ സിമ്പിളല്ലേ? വളരെ സിമ്പിളാണ്. മംഗളം നേരുന്നു ഞാൻ. ഓക്കെ, ബൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മനസ്സിലായി? ഈ പോട്ടറാണെങ്കിൽ പോട്ടറെ ഒതുക്കിക്കളണം. മനസ്സിലായി? ഞാൻ പറയുന്ന പോട്ടത്തരമാണെങ്കിൽ സമൂഹത്തിനെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒതുക്കിക്കളയണം. മനസ്സിലായ? ഒരു കാരണത്തിൽ എൻ്റെ ശബ്ദം ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത രീതിയിലാക്കിക്കളയണം.
വാട്ട് കമ്മ്യൂണിറ്റി ഈസ് ദിസ്, വാട്ട് ഈസ് യുവർ ഗോൾ? And no goal. I'm not setting any goals. I'm living. Why should I set goal? No. I'm not trying to set goal or create cult or anything. Nothing. I'm not trying to create anything. Creation itself is happening always. So why should I create a cult or set a goal? No, I'm not ambitious. I'm living. I'm experiencing my own life. The way it is happening. Nothing else. It's happening beautifully and always. No subscription, no sharing, it's all pointless anyway. Yes, definitely. That much is definitely very clear. It's pointless. I'm not trying to point fingers at anything because I don't have to. I'm living. So why should I point fingers at anything or anyone? It's not required at all. I'm living. The whole universe is making this possible. So I am getting along with this happening. That's all. Are you willing to experience the most wonderful intelligence in the universe? Or not? That's up to you. I am not worried if you are not. I'm concerned only about my experience and continuously. പിള്ളേര് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ച് കളയും. അത് പൂട്ടിക്കെട്ടടാ മയിര്. ഇവിടെ നമ്മളെ പൂട്ടിക്കുന്ന കാര്യത്തിൽ എൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനം പൂട്ടിക്കാൻ ഒരു മയിരിനെ കൊണ്ടും പറ്റത്തില്ല. മനസ്സിലായ? നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. പിള്ളേർ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കട്ടെ, നമുക്ക് ഒരു ചുക്കുമില്ല. തൻ്റെ ഉള്ളവരെ സഹകരിച്ചിരിക്കും. നമുക്ക് അത്രേ ഉള്ളൂ. അതിൻ്റെ കുറെ മുണ നടക്കുന്നവർ ഇത് പൂട്ടിച്ചിട്ടൊന്നും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായ? കിട്ടാനുള്ളത് തന്നെ അവർക്ക് പോകത്തുള്ളൂ. മനസ്സിലായ? അങ്ങനെയുള്ള നാറികൾ, പൂട്ടിക്കാൻ നടക്കുന്ന നാറികൾ, അവർ പെട്ടെന്ന് പൂട്ടിപ്പോവും. മനസ്സിലായ? അത്രേ ഉള്ളൂ. നമ്മളൊരു പിള്ളേരെയും മുണ മുറുകണ നടക്കുന്ന അണ്ടിയില്ലാത്ത അണ്ണന്മാരെയൊന്നും നമ്മൾ നോക്കുന്നില്ല. അതെ 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 മനസ്സിലായ? പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന, വാലാട്ടി നടക്കുന്ന ഷണ്ണന്മാർ, വേസ്റ്റ്. മനസ്സിലായ? വല്ല പശുത്വരത്ത് കഴുകാൻ പോയി നിൽക്കട മോനെ, വല്ല ഗുണവും കിട്ടും. പശുക്കളുമായിട്ട് സഹകരിക്കുക. കുറച്ചുകൂടി നിൽക്കാം. ഇയാൾക്ക് സയൻസ് എന്താണെന്ന് അറിയില്ല. സയൻസ് ലാബിൽ നടക്കുന്ന എന്തോ ആണെന്നോ ആണ് പറയുന്നത്. ആണെന്നൊക്കെയാണ്. എടാ, സയൻസ് എന്താണെന്ന് അറിയാൻ എന്താണ്? ഈ ടെക്നോളജി മുഴുവൻ സയൻസിൻ്റെ അല്ലേ? ഈ മൊബൈൽ ഫോൺ ഇതെല്ലാം സയൻസിൻ്റെ ഇൻവെൻഷൻസ് ആണ്. അതിനകത്ത് എന്താ സംശയം? പക്ഷേ എൻ്റെ ഹൃദയം സയൻസ് ഇൻവെൻറ്റ് ചെയ്തതല്ല. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല. മനസ്സിലായി? എൻ്റെ ഹൃദയം, ഞാൻ ജീവിക്കുന്നത് സയൻസിൻ്റെ ഇൻവെൻഷൻ അല്ല. ഞാൻ അനുഭവിക്കുന്നത് സയൻസ് അല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും നടക്കണ കാര്യമല്ല. ആ നിധിയാണ് ഞാൻ. എനിക്ക് എന്നേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ലോകത്ത് ഒന്നും കിട്ടാനില്ല. ഈ നിധി ഞാൻ മോഡിൽ കൊണ്ടു കിടക്കുകയാണ്. അത് എത്രത്തോളം വേണം. അല്ലെങ്കിൽ ലെനെടുത്ത പോലെ മാജിക് മഷ്റൂം കഴിച്ചിട്ടല്ല മക്കളെ. മനസ്സിലായ? ഒരു മാജിക് മഷ്റൂം എടുത്തിട്ടല്ല. ഇത് സത്യസന്ധമായിട്ട് ഞാൻ എന്നെ അനുഭവിക്കുന്ന അവസ്ഥയുടെ തുടർച്ചയിലാണ്. ബോധം തനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലേ എന്ന് ഇത് കറക്റ്റാ. നിനക്കില്ല. കാരണം നിനക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് നീ ഈ ചോദ്യം തന്നെ ചോദിക്കുന്നത്. മനസ്സിലായ? കാരണം നിനക്ക് തോന്നിപ്പോയി എനിക്ക് മാത്രമേ ബോധമുള്ളെന്ന്. കറക്റ്റാണ്. കാരണം നിനക്ക് ബോധമില്ലാത്തതുകൊണ്ടല്ലേ ആ ചോദ്യം വന്നത്. കറക്റ്റല്ലേ? നിനക്ക് ബോധം വെച്ചിട്ടില്ല മോനെ. കാരണം എനിക്ക് മാത്രമേ ബോധമുള്ളെന്ന് എൻ്റെ സംസാരത്തിൽ നിന്ന് നിനക്ക് തോന്നിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ വന്നത്. സയൻസ് തൻ്റെ ഹൃദയം ഇൻവെന്റ് ചെയ്യാനല്ല ഇരിക്കുന്നത്. സയൻസ് ഈസ് എ മെത്തഡോളജി. ആയിക്കോട്ടെ. ആര് സയൻസിനെ പറഞ്ഞു? നിങ്ങൾ കേൾക്കുന്നില്ല. വൈശാഖൻ തമ്പിയെ കേൾക്കാൻ പറഞ്ഞു വന്ന്. നമ്മൾ സയൻസിനെ ഇവിടെ ഒന്നും കുറ്റപ്പെടുത്തിയില്ല. മനസ്സിലായ? സയൻസിനെ നമ്മൾ കേൾക്കണം, അനുസരിക്കണം എന്ന് പറയുന്ന ഭാഗം എവിടെയാണ്? നിങ്ങൾ തലയും വാലും ഒന്നും ഇല്ലാണ്ട് കേട്ടിട്ട്, ഇടക്കുന്ന് വന്ന് കേട്ടിട്ട് നിങ്ങൾ വെറുതെ ലാപ്പാ പറയും. നിങ്ങൾ വിവരക്കേട് വിളിച്ച് ഇറക്കാതെ മനസ്സിലായി? ശ്രദ്ധയോടുകൂടി കേൾക്ക്. മൊത്തം ചാറ്റ് നോക്ക്. മൊത്തം ചാറ്റ് നോക്ക്. ഒന്ന് ബാക്കിലോട്ടൊന്ന് ചാറ്റ് ഒന്ന് എടുത്ത് വലിച്ചിട്ട് നോക്ക്. അല്ലാതെ ചീറ്റല്ലേ കിടന്നു. അല്ലാതെ ചീറ്റിട്ട് കാര്യമില്ല. എടാ, കേൾക്കുന്നു. നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് മറുപടി കൊടുക്കാൻ നോക്കുക. കമൻ്റ് അടിക്കാതെ. കമൻ്റ് അടിക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ ചെക്കൻ്റെ കരച്ചിൽ എല്ലാവരും ഒന്ന് കേൾക്കണം, പരിഗണിക്കണം എന്ന് നമ്മളും കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതെ, ആ ക്രിട്ടിക്കൽ തിങ് കുറേ നാളെ ക്ലബ് ഹൗസിൽ ഒന്ന് കുറേ നിരങ്ങി. മനസ്സിലായി? പിന്നെ ജെനിയൊക്കെ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച് കുറേ നടന്ന്, എന്നിട്ട് ഒന്നും നടക്കണമെന്നില്ല. മനസ്സിലായി? അവളുടെ മാതാപിതാക്കൾ, അതുമാത്രം അവൻ്റെ ലോകം ജെനിയും ജെനിയുടെ മാതാപിതാക്കളും. ആ ചെറുക്കൻ അതിനകത്ത് പെട്ടുകിടക്കേണ്ടി. മനസ്സിലായ? അവൻ ആ ഭാഗത്ത് അവൻ കിടന്ന് ഉറങ്ങുമ്പോഴിതാ കാണുന്നത്, നടക്കുമ്പോഴിതാ കാണുന്നത്. മനസ്സിലായി? എന്താ ചെയ്യുക? അവൻ അതിനകത്ത് പെട്ടുപോയി. ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ട് അതിനകത്ത് പെട്ടുപോയി. ഇതാണ് ഷണ്ണന്മാര്. അതിൻ്റെ ജീവൻ എന്താണ്, ഉഷിരം എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ചില വേസ്റ്റൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ. അത് നോർമലാ, സാധാരണ. അതെ. റാം കയറി വന്നിട്ടുണ്ട്. റാമിന് എന്താ പറയണ്ട? റാം 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 റാം. ജയ് ശ്രീരാം. അവസാനിപ്പിക്കാൻ പോകുകയാണ്.
കയറെടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനിപ്പിക്കാൻ പോയ ഇതാ റൂം 7 മണി കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞിട്ട് 13 മിനിറ്റ്. ആശാനെ വല്ല പണിക്കും പോന്ന്. എന്തോ? അതെ വേറെ വല്ല താല്പര്യം ഉണ്ടോ? വല്ല സാമ്പാറാ ഇഡ്ഡലിയൊക്കെ തരികയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി ഇരിക്കാം. വിശക്കുന്നല്ലോ. അതെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കാരണം കേട്ടോണ്ടിരിക്കുന്നവരാരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരത്തില്ലെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. ആശാന്റെ മുടി എന്താ ഇങ്ങനെയെന്ന് രാത്രി ഡബിളൊക്കെ ഇട്ടിടോ? രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മുടി ഉണ്ടെങ്കിൽ ഇങ്ങനെ മേലോട്ട് കെട്ടി വെച്ചാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കിടന്നു. രാവിലെ എണീക്കുമ്പോഴുള്ള ട്വിസ്റ്റ് മാറും. കുറേ ഉണ്ട് ഇങ്ങനെ പോവാൻ മേലോട്ട്. കാറ്റില്ല ഇതിന്. Okay, bye kids, bye guys.